ri magari sa ni re sa pa ma ga ma ta ma ga ri sa ni re sa ga ma sa ni sa dha ni ma da ga ma ri ga sa ni sa da ni sa ma ga ni sa pa ma ga sa ni sa ga ma ga re ni da ma ga ga ma ri ga ni ma ga ri sa pa ma da ma ni da ni ma da ga ma ri ga sa மலர்கள் கேட்டேன் வனமே தந்தனை தண்ணீர் கேட்டேன் அமிர்தம் தந்தனை எதை நான் கேட்பேன். വൈദ്യർക്ക് ഇന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ ഉദ്ദേശമുണ്ടോ? നീ എന്താ രാവിലെ തന്നെ അങ്ങനൊരു ചോദ്യം? അല്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് ഇന്നലെ രാത്രിയല്ലേ വന്നത്. പൊതുവെ ഇന്ന് രാവിലെ ആകുമ്പോൾ അടുത്തെങ്ങോട്ടെങ്കിലും പോകണമല്ലോ. എനിക്ക് തോന്നി. ആമീസെ, അച്ഛൻ്റെ ജോലി അങ്ങനെയല്ലേ? ആരെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയുമോ? അറിയുന്നതല്ലേ, ഇവിടെയുള്ള 5 ഗ്രാമത്തിലും ഹോസ്പിറ്റൽസ് ഇല്ല. അപ്പൊ പിന്നെ അച്ഛൻ എങ്ങനെയാടാ വിളിക്കുമ്പോൾ പോവാതിരിക്കണേ? അയ്യോ, ഞാനൊന്നും ചോദിച്ചില്ല, പറഞ്ഞുമില്ല. എനിക്കറിയാം, സേതുവേട്ടനാണ് ഇവിടുത്തെ ഏറ്റവും തിരക്ക് കൂടിയ ഡോക്ടർ. പോരെ, വാ, ടൈം ഒരുപാടായി, നമുക്ക് കാപ്പി കുടിക്കാം. അല്ല, തറവാട്ടില് അമ്മായിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ബാത്റൂമിൽ വീണുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടുമല്ലോ. അമ്മമ്മയ്ക്ക് ഇപ്പം കുഴപ്പമില്ല, കാല് ബാൻഡേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മമ്മ അച്ഛനെ അന്വേഷിച്ചു. കുറേ ആയില്ലേ കണ്ടിട്ട്, തൊട്ടടുത്തല്ലേ അവൻ ഇങ്ങോട്ടൊന്ന് വന്നുകൂടെയെന്നു. അച്ഛനിന്ന് അങ്ങോട്ടൊന്ന് പോയി അമ്മമ്മയെ കാണുന്നത് നന്നായിരിക്കും. കാപ്പി പിടിച്ചിട്ട് അങ്ങോട്ട് പോ. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പ്ലാൻ? ഇങ്ങനെ പാട്ടും പാടി നടന്നാൽ മതിയോ? എന്നെ അശോക് വിളിച്ചിരുന്നു, നിനക്ക് അങ്ങോട്ടേക്ക് പൊക്കൂടെ? അച്ഛാ, എനിക്ക് മനസ്സിലായില്ല, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതല്ല മോളെ ആമി, അച്ഛൻ പറയുന്ന കേക്ക്. നീ ആയുർവേദ ഡോക്ടറിൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതല്ലേ? എന്നിട്ടിങ്ങനെ മ്യൂസിക് ടീച്ചറായിട്ട് നടക്കുമ്പോൾ അശോകൻ ഇന്നലെ വിളിച്ചിരുന്നു, അവിടെ ജോലി ശരിയാക്കി തരാം, നീ അങ്ങോട്ട് പോവുമെന്ന്. കല്യാണം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, നിനക്കൊരു ജോലി അതല്ലേ ആദ്യം വേണ്ടേന്ന് അച്ഛൻ ആലോചിച്ചപ്പോൾ അച്ഛനും അത് തന്നെ ശരിയും തോന്നി. എന്നാൽ എനിക്കങ്ങനെ തോന്നിയില്ല. എന്നെ ഡോക്ടറിനെ പഠിപ്പിച്ച എന്തിനാ? ഇവിടുത്തെ ആൾക്കാരെ ചികിത്സിക്കാനല്ലേ, ബാംഗ്ലൂരിലുള്ളതല്ലല്ലോ. ഇവിടെ ഹോസ്പിറ്റൽ വരട്ടെ, ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്യും. ഞാൻ അങ്ങ് ദൂരോട്ട് പോകുന്നില്ല. പിന്നെ അശോകേട്ടൻ, കല്യാണം കഴിഞ്ഞിട്ട് മതി എൻ്റെ ലൈഫിൽ ഇടപെടാനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും. രാവിലെ തന്നെ അച്ഛൻ മൂട് കളഞ്ഞു. ശരി പോട്ടെ, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. എൻ്റെ ആമിക്കൊച്ചിന് ഇഷ്ടമില്ലാത്തൊന്നും അച്ഛൻ സംസാരിക്കില്ല. പോരെ, ഇനിയെങ്കിലൊന്ന് ചിരിക്കേ. സാധാരണ ഉമ്മറപ്പടിയിൽ കാണേണ്ടതാണല്ലോ. ഇതെവിടെ? എണീറ്റിട്ടുണ്ടാവില്ലേ? എണീറ്റ് കാണും. എന്തു പറ്റി? വെളിയിലോട്ടൊന്നും കണ്ടില്ല. രാവിലെ പുറത്തിറങ്ങുന്നതാണല്ലോ. എന്തു പറ്റി മുത്തശ്ശി? ഇനി കാലെങ്ങാനും വയ്യാണ്ടായോ? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പുറത്തിറങ്ങിയില്ലെങ്കിലും നീ എന്നെ തേടി വരുമെന്ന് നോക്കുമായിരുന്നു. എന്നിട്ട് എന്തായി? ഞാൻ തന്നെ തേടി ഇങ്ങോട്ട് വന്നില്ലേ? അതൊക്കെ പോട്ടെ, കാലിപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛനിന്ന് കേട്ടതേ ഉള്ളൂ മുത്തശ്ശിക്ക് കാലൊക്കെ എങ്ങനെയുണ്ടെന്ന്. കുറവില്ലേ? അതൊക്കെ എൻ്റെ ആമക്കുട്ടി നോക്കിയപ്പോഴത്തേക്കും മാറിയില്ലേ? അതല്ലല്ലോ, മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. എന്തു പറ്റി? എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന്? അല്ല, ആരെങ്കിലും വരുന്നുണ്ടോ മുത്തശ്ശി? ആഹാ, എല്ലാം കണ്ടുപിടിക്കുമല്ലോ. എൻ്റെ മൂത്ത മോനും മക്കളും ഭാര്യയും എല്ലാം ഇങ്ങോട്ട് വരുക, അറിയോ? അതെന്തു പറ്റി? സാധാരണ മുത്തശ്ശിയല്ലേ ഓസ്ട്രേലിയക്ക് പോകുന്ന, ഇന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എന്താ കാര്യം? ഞാൻ ബാത്റൂമിൽ വീണെന്ന് വിശ്വ വിളിച്ചപ്പോൾ കാശി പറഞ്ഞു കൊടുത്തു. ആ സമയം തൊട്ട് അവൻ ഇങ്ങോട്ട് വരണം. ഞാൻ പറഞ്ഞു വരാൻ. എല്ലാ പ്രാവശ്യവും അവരെ മുത്തശ്ശിയല്ലേ അങ്ങോട്ട് പോയി നോക്കാറ്. ആ കുട്ടികളായാലും മുത്തശ്ശിയുടെ മോനായാലും വൈഫായാലും ഇങ്ങോട്ട് വരില്ലല്ലോ. ഇനിയിപ്പം മുത്തശ്ശിക്ക് കാല് വയത്തുണ്ട്, ഇപ്രാവശ്യം അങ്ങോട്ട് പോകില്ലെന്നറിയാം. അതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാവരും വരുന്നത്. അല്ലെങ്കിലും നമ്മളെപ്പോലല്ല മുത്തശ്ശി, പുറത്ത് ജീവിക്കുന്നതൊക്കെ ഭയങ്കര തിരക്കാണ്. എന്താ പറയാ? നീ പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചു. അവരെ എന്നെ ഇങ്ങോട്ടൊന്ന് കാണണ്ട. പക്ഷേ വിശ്വയുടെ മക്കൾക്ക് നാടിഷ്ടമല്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കാണുന്നത്. ഇതുപോലുള്ള മക്കൾ കാരണം ഓസ്ട്രേലിയയും അമേരിക്കയിലൊക്കെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും കൂടുന്ന നമ്മുടെ നാട്ടിലോ നുള്ളി പറക്കാനില്ല. അതൊക്കെ പോട്ടെ, എൻ്റെ മോൻ വിശ്വയുടെ ഭാര്യയുണ്ട്, ശാരിക. നിന്റെ അമ്മ സിന്ധുവായിട്ട് നല്ല കൂട്ടായിരുന്നു. ശാരിക, അച്ഛൻ പറഞ്ഞ് ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട് മുത്തശ്ശി. അല്ല, ആരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു? രാവിലെ തന്നെ എത്തിയില്ലേ? അതാ, സമയം കുറേ ആയല്ലോ, ഇതുവരെ കാണാനില്ല. ഇനി വരാണ്ടിരിക്കോ? എന്നെ പറ്റിക്കോ? അതാ വന്നു തോന്നുന്നു മുത്തശ്ശി.
അവർ തന്നെയാണോ? മുത്തശ്ശി പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരാവാനാ സാധ്യത. വിശ്വ മോനെ. അമ്മ പതുക്കെ, ഞാൻ അകത്തേക്ക് വന്നോളാം. കാല് വയ്യാത്തല്ലേ, ഇത്ര വേഗമൊന്നും നടക്കണ്ട. ഞങ്ങൾ അകത്തോട്ട് തന്നെയല്ലേ വരുന്നത്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം കുറവുണ്ട്. നിനക്ക് സുഖമാണോ? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് മുമ്പ് വരെ കാല് ചെറുതായിട്ട് വേദനിക്കുമെന്ന് പറഞ്ഞ ആളാ. ഇപ്പോൾ മോനെ കണ്ടപ്പോൾ എല്ലാ വേദനയും പമ്പ കടന്നു അല്ലേ? ശാരിക ആരെയായി നോക്കുന്ന ഈ നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ നിനക്ക്? കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി സിന്ധുവിൻ്റെ മോളല്ലേ. അവളെപ്പോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ, ഒരു വ്യത്യാസവും ഇല്ല. അത് തന്നെ, രാധയ്ക്കും കാശിക്കും എനിക്കൊക്കെ ഇപ്പോൾ ഈ കിഴക്കാൻ പറ്റിയേ ഉള്ളൂ ഇവിടെ. സേതുവിന് സുഖമല്ലേ അമ്മ? ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കേ. അച്ഛൻ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഞാൻ അങ്ങോട്ട് പോട്ടെ. മുത്തശ്ശി, ഞാൻ പിന്നെ വരാം കേട്ടോ. ശരി എന്നാ. ആളുണ്ടെന്ന് കരുതി വരാതിരിക്കരുത് കേട്ടോ. ഭാവ നമ്മുടെ ചെറിയ തറവാടില്ലേ അടുത്ത്, അവിടെയാ താമസം. സിന്ധു മരിച്ചതിന് ശേഷം സേതു വേറെ കല്യാണമൊന്നും കഴിച്ചില്ല അമ്മ. ഈ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ അങ്ങ്. ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ അവൻ കേൾക്കില്ല. പിന്നെ ഞങ്ങൾ അങ്ങ് നിർത്തി പറയുന്നത്. അല്ല, എൻ്റെ പേരക്കുട്ടികളൊക്കെ എവിടെ? അവർ നീ വരില്ലേ ഇങ്ങോട്ട്? എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങാതിരുന്നതാ അമ്മ. പക്ഷേ ഗൗരവിന് അർജൻറ്റായിട്ടൊരു വർക്ക്, പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന്. പിന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു. അവർ നാളെ രാവിലെ ഇങ്ങെത്തും. അല്ല, രാധയും കാശിയും എവിടെ പോയി കണ്ടില്ല? അവർ അമ്പലത്തിലോട്ട് പോയത്. വരേണ്ട സമയമായല്ലോ. വന്നു അമ്മ. തൊഴുതിറങ്ങിയപ്പോൾ താമസിച്ചു പോയി. ഏട്ടത്തി സുഖമല്ലേ ഏട്ടാ? അമ്പലത്തില് എനിക്ക് ഒരു സമാധാനം തന്നില്ല. ഏട്ടത്തി ഏട്ടനും വരും, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുമായിരുന്നു ഇവള്. ഞങ്ങൾക്ക് സുഖം. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. കാശി, എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? അല്ല, നിന്റെ മോൻ ഇവിടെ ഇല്ലേ? അശോക് കുഞ്ഞില് കണ്ടതാ ഞാൻ അവനെ. അവൻ ബാംഗ്ലൂരിലാണ്, ഫാഷൻ ഡിസൈനിങ്ങാ. ഇടയ്ക്കിടയ്ക്ക് വരും. എപ്പോൾ വരുമെന്ന് അവന് മാത്രമേ അറിയൂ. മതി, ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം. 4 പേര് ഇരിക്കി, അമ്മ വിളമ്പിത്തരാം. ആഹാ, ഇതെന്താ സമയം തെറ്റിയൊരു മഴ? നാളെ മണിക്കുട്ടന് നന്നായിട്ട് പുല്ല് കിട്ടും. രാവിലെ തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ മൊത്തം കാലിയാക്കും. നല്ല തണുപ്പുണ്ടല്ലോ. ഗൗതം, മതി. ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല. വീട്ടിൽ പോയാൽ അവൾ വാതിൽ തുറക്കില്ല, നോക്കിക്കോ. ഏട്ടാ, ഇതും കൂടെ ഫിനിഷ് ആക്കിയിട്ട് പോവാം. ഫസ്റ്റ് നല്ല ഭർത്താവും അതിന് പറ്റിയൊരു അനിയനും. മര്യാദയ്ക്ക് അമ്മയുടെ അച്ഛനെയും കൂടെ നാട്ടിലോട്ട് പോയാൽ മതിയായിരുന്നു. അല്ല, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞങ്ങൾ പറഞ്ഞിരുന്നല്ലേ ലേറ്റ് ആവുമെന്ന്. ആഹാ, ഏട്ടത്തി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നോ? കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇനി 2 തിരി കൂടെ കത്തിക്കാനേ ഉള്ളൂ. എവിടെ പോയി കിടക്കുമായിരുന്നു? 4 കാലിലാണല്ലോ. അത് ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടിയായിരുന്നു. ഞാൻ നന്നായിട്ട് പറഞ്ഞതാ വേണ്ടാന്ന്. എൻ്റെ പൊന്ന് ഗൗരവേട്ട, മുഖത്ത് നോക്കി സംസാരിക്കും. എന്തായാലും കുടിച്ചു, പിന്നെ എന്തിനാ ഈ കളലക്ഷണം? മുഖത്ത് നോക്ക്. ഞാൻ എന്ത് ചെയ്യാനാ? മര്യാദയ്ക്ക് ഡ്യൂട്ടിയിലിരുന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവനെ എല്ലാത്തിനും കാരണം. ഞാൻ മനസ്സാ വാച കർമ്മന ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇയാളിതെന്ത് തേങ്ങയായി വിളിച്ച് പറയുന്നത്? ഏട്ടത്തി എന്നെ നോക്ക്, ഏട്ടനെ നോക്ക്. ഞാൻ ഫുൾ ഫിറ്റാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ദാറ്റ്സ് മീൻ ഞാൻ ഭയങ്കര സ്ട്രോങ്ങാണ്. പക്ഷേ ഏട്ടൻ ഒരു പെക്കി തന്നെ തല ഇറങ്ങിക്കിടന്നു. ആഹാ, എന്താ ഡയലോഗ്! ഫുൾ ഫിറ്റാണെങ്കിലും ഭയങ്കര സ്ട്രോങ്ങാണ്. കണ്ടാലും പറയും. 2 കാലം താഴെ കുത്തി നിന്ന് സംസാരിക്കേ. രണ്ടും വേഗം ഫ്രഷായിട്ട് പോയി കിടന്നു. നാളെ രാവിലെ ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് പോകണ്ടേ നമുക്ക്? ഓ മൈ ഗോഡ്, നാളെ നാട്ടിൽ പോകണം. ജീവിതത്തിൽ ഇതുവരെ നാട് കണ്ടിട്ടില്ല, കാണുമെന്ന് ആഗ്രഹമില്ല. എനിക്കങ്ങും വയ്യ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ അച്ഛൻ സ്ട്രിക്റ്റായിട്ട് ഓർഡർ ഇട്ടിട്ട് പോയതാണ്. 3 പേരും നാളെ രാവിലെ അവിടെ എത്തണമെന്ന്. അതുകൊണ്ട് വേറെ ഒരു വഴിയില്ല മോനെ, നമുക്ക് പോയേ പറ്റൂ. പോയി കിടക്കാം.
എൻ്റെ ഗൗതം, മുത്തശ്ശി എത്ര കഷ്ടപ്പെട്ട അവിടെ നിന്ന് ഇങ്ങ് വന്ന് നമ്മളെയൊക്കെ കാണുന്ന. ആ പാവത്തിന് വയ്യാന്നറിയുമ്പോൾ നമ്മളല്ലേ ഇപ്പോൾ നോക്കണ്ട. ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. രണ്ടാളും പോയി കിടന്നോ. എനിക്കറിയാം ഇപ്രാവശ്യം എന്നെ എല്ലാവരും കുടുക്കിയത് മുത്തശ്ശിയുടെ പേര് പറഞ്ഞിട്ടല്ലേ. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ശരി, ഞാനായിട്ടിനി ഒന്നിനുമില്ല. ഞാൻ പോയി കിടക്കട്ടെ. നാളെ റെഡി ആവണ്ടേ പോവാൻ. അതാ നല്ലത്. പോയി കിടന്നോ. വാടി ഗായത്രി, നമുക്കും പോയി കിടക്കാം. കിടക്കാനോ? അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ. അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. നല്ല സ്മെല്ല്. പോയി ഫ്രഷ് ആയിട്ട് വാ. നല്ല പിന്നെ ഗൗരവേട്ട, എനിക്ക് നാട്ടിൽ വരണമെന്ന് പറയുമ്പോൾ ഉള്ളിൽ അവരൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? അപ്പം ഇതായിരുന്നു അല്ലേ രാവിലത്തെ മൂഡ് ഓഫിന് കാര്യം. എനിക്ക് ചെറുതായിട്ട് കത്തിയതായിരുന്നു. പിന്നെ ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. നീ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നേ? നമുക്ക് നമ്മളെ മനസ്സിലാക്കിയാൽ പോരെ. ഗൗരവേട്ട, ഇനി എനിക്കുള്ള പ്രശ്നം മാറില്ലേ? 5 വർഷം ആവാൻ പോകുന്നു. എന്നിട്ടും ഒരു കുഞ്ഞിക്കാല്. എൻ്റെ പൊന്നു ഗായത്രി, കുഞ്ഞിക്കാലും കോഴിക്കാലും ഒക്കെ ദൈവം വിചാരിക്കുമ്പോഴാണ് കിട്ടുന്നത്. നമുക്ക് കുറച്ചുകൂടെ അങ്ങ് എൻജോയ് ചെയ്യാന്നേ. പ്രശ്നം എനിക്കായതുകൊണ്ട് ഗൗരവേട്ടന് എന്നോട് ദേഷ്യം തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? പ്രശ്നം എനിക്കായിരുന്നെങ്കിൽ നിനക്കെന്നോട് ദേഷ്യം തോന്നും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടി. നമ്മൾ എൻ്റെ കുഞ്ഞുങ്ങളല്ലേ, നമ്മളാദ്യം വളർന്ന് വലുതാവട്ടെ. കാറ് പുറത്തുണ്ടെന്ന് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞേ. ഞങ്ങൾ എയർപോർട്ടിന് ഫ്രണ്ടിൽ നിൽക്കാം. ഗൗതം, നീ കാർ എടുത്തിട്ട് അങ്ങോട്ട് വാ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അച്ഛപ്പോൾ കുറേ മണിക്കൂറായല്ലോ ഈ മാപ്പ് നോക്കി പൊക്കോണ്ടിരിക്കുന്നു. എവിടെയാ എന്താ ഒരു പിടിയുമില്ല. ഫസ്റ്റ് കാറി കയറി തൊട്ട് രണ്ടും ഉറങ്ങാൻ തുടങ്ങുന്നത്. ഇതുവരെ എണീക്കണമെന്നുണ്ട്. ചക്കിക്കൊത്ത ചങ്കര. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആരടുത്തെങ്കിലും വണ്ടി നിർത്തി ചോദിക്കാം. അല്ലെങ്കിൽ കറങ്ങി കറങ്ങി വന്നിടത്ത് തന്നെ നിൽക്കും. ആരോടാ ചോദിക്കേണ്ട? കുട്ടികളെ, ഞാനിവിടെ നിൽക്കാം. നല്ല വെയിലുണ്ട്. നിങ്ങൾ ഇവനെ കൊണ്ടുപോയി പുല്ലൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഒരു കാര്യം, കുറച്ച് വികൃതി കൂടുതലാണ്. കയറ് മുറുക്കി പിടിച്ചോളണേ. ഇവനിട്ടേ ചോടിക്കളയും. ചെന്നോ. ഇത് കയറ് പിടിച്ചോ. ആ കുട്ടിയോട് ചോദിച്ചാലോ? വെയിലുണ്ടെങ്കിലും ഇന്നലത്തെ മഴ കാരണം കാറ്റിന് നല്ല തണുപ്പുണ്ട്. ഹലോ, ഹേയ്. ഇയാളിത് അങ്ങോട്ട് നോക്കിയാൽ വിളിക്കുന്നത് ഇങ്ങോട്ടാണോ? ഏയ്, എന്നെയല്ല, കാണാത്ത പോലെ നിൽക്കുക. ഞാൻ വിളിച്ചത് നോക്കിയിട്ട് കാണാത്ത പോലെ നിൽക്കുന്നു അഹങ്കാരി. എടോ, നിന്നെ തന്നെ. അവിടെ നിൽക്ക്. എന്തൊരു അഹങ്കാരം അയാളുടെ സംസാരത്തിന്. ആദ്യമായിട്ട് കാണുന്നതിനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിനക്കെന്താ ഞാൻ വിളിച്ചത് കേട്ടില്ലേ? അതോ ഇനി ചെവിയില്ലേ? ഈശ്വര, എൻ്റെ അടുത്ത് തന്നെയാണല്ലോ. ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എനിക്ക് ചെവി ഉണ്ടോ നോക്കലാണോ തൻ്റെ പരിപാടി? ഓ, അപ്പോൾ ഊമയല്ല, സംസാരിക്കും. താൻ ഏതാടോ ഇവിടെയുള്ള പെൺപിള്ളേരെ സെൻസ് എടുക്കാൻ വന്നതാണോ? ഊമയാണോ? ചെവി കേൾക്കില്ലേ എന്നൊക്കെ ചോദിക്കാൻ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആരാ? ആരായാലും നിനക്കെന്താടി? പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. നാഗവല്ലി. സൂക്ഷിച്ച് സംസാരിക്കണം. ശിക്കാരി ശമ്പന് കണ്ണാടി വെച്ചവനെ. നാഗവല്ലി നിന്റെ വീട്ടിലുള്ളവരാടാ. എൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കുന്നു അഹങ്കാരി. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ഒന്നും കൂടി തന്നാലുണ്ടല്ലോ. കണ്ട ഒരു ഭാവം. വാ തുറന്ന. താനിതെങ്ങോട്ടാ പറഞ്ഞോണ്ട് കയറി പോകുന്നേ? അതെ, ഇത് എൻ്റെ നാടാ. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുഖത്തിൻ്റെ ഷേപ്പ് ഞാനങ്ങ് മാറ്റും. എന്റെ കുട്ടികളെ, ഇതിപ്പോ കുറെ നേരമായാലോ. എന്തിനാ ഇങ്ങനെ കിടന്ന് തല്ലുകൂടുന്ന? മോൻ എന്താ വേണ്ടേ? വാസോട്ട, എനിക്കറിയില്ല. ഏതോ ഒരു അഹങ്കാര ശിക്കാരി ശംഭു. ഞാൻ പോവാ വാസോട്ട. ഈ പെണ്ണിന് കഴുത്തിന് ചുറ്റും നോക്കാണല്ലോ. ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. മോന് എന്താ വേണ്ടത്? എന്നോട് ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. അങ്കിൾ, ഈ സുഭദ്രാമ്മ ഇല്ല, ഈ അഡ്രസ്സ് ഇല്ലേ, അത് ഇവിടെ എവിടെയാന്ന് പറഞ്ഞു തരുമോ? കുറേ നോക്കി, പക്ഷേ കറങ്ങി തിരിഞ്ഞ് വന്നിടത്ത് തന്നെ നിൽക്കുന്നത്. സുഭദ്രാമ്മയുടെ വീട്ടിലേക്കാണോ? അതിനെന്താ, ഞാൻ പറഞ്ഞുതരാം. വന്നോ. ആദ്യമേ അയാളുടെ അഡ്രസ്സ് ചോദിച്ചാൽ മതിയായിരുന്നു. ആ സാധനം എന്തൊരു അഹങ്കാരം. സംസാരിക്കുന്ന കണ്ടില്ലേ? ഇവിടുത്തെ പെൺപിള്ളേരൊക്കെ ഇങ്ങനെയാണോ? ഇവിടുത്തെ ആൺപിള്ളേരെ സമ്മതിക്കണം ഇതിനെയൊക്കെ ചമക്കുന്നതിന്.
ഏത് ആശിക്കാരി ശംഭു വന്ന പാടെ ഒരു ചാട്ടം. സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, തലക്കത്ത് ആള് താമസമില്ലല്ലോ, ഒരു പൊട്ട കൂളിംഗ് ഗ്ലാസും കോലവും. കുട്ടികളെ മണിക്കുട്ടം മേഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് കെട്ടിക്കോ കേട്ടോ. ഞാൻ പോവാന്നേ. പിന്നെ അവനെ സൂക്ഷിക്കണേ, എൻ്റെ മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ടാവും. ഈ തറവാട് കാണാൻ എന്ത് ഭംഗിയാ അല്ലേ ഗൗരവേട്ട? ആഹാ, കുട്ടികളെത്തിയല്ലോ. എന്താ കുട്ടികളെ ഇത്രയും ലേറ്റ് ആയത്? മുത്തശ്ശിയുടെ മുത്തുമണിയിലെത്തിയോ? അമ്മ ഇത് എങ്ങോട്ടാ പോകുന്ന? ആ കാലം വെച്ച് അവരിങ്ങോട്ട് തന്നെ അല്ലേ വരുന്നേ? മുത്തശ്ശി സുഖാണോ? കാലുവേദനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ മുത്തശ്ശിക്ക്? മുത്തശ്ശിക്ക് സുഖം. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ ഗായത്രി കുട്ടി നിനക്ക്. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? ഹലോ ഹലോ, ഞങ്ങൾ രണ്ടാളും അവളുടെ കൂടെ യാത്ര ചെയ്ത് വന്നതാ. ഞങ്ങളെ ഒന്ന് പരിഗണിക്കാം. അല്ലെങ്കിലും അവളെ കിട്ടിയ മുത്തശ്ശിക്ക് ഞങ്ങളെ വേണ്ടല്ലോ. ഏട്ടൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട് മുത്തശ്ശി. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, മൂന്നാളും പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് ഭക്ഷണം തരാം. അല്ല, മൂന്നാൾക്കും ഞങ്ങളെയൊക്കെ അറിയോ? ഗൗരവിന്റെ കല്യാണത്തിന് കണ്ടതാ, പിന്നെ ഇതാ 5 വർഷം കഴിഞ്ഞ വീണ്ടും കാണുന്ന. ഇങ്ങോട്ടൊന്നും വരരുത്. അതെങ്ങനെയാ? അവർക്ക് ഇവിടെ ഒന്നും ഇഷ്ടാവില്ലല്ലോ അല്ലടാ പിള്ളേരെ. എപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, അത് എന്നെ വലിയ കാര്യം. ആഹാ, ചെറിയമ്മയും ചെറിയച്ഛനും നല്ല ഫോമിലാണല്ലോ. ഞങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയില്ലേ അല്ലേടാ? അല്ല ഗൗതം, നീ എന്താന്നും മിണ്ടാത്ത? സാധാരണ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് വരുമ്പോൾ ആ നാക്ക് വായിക്കാത്ത കിടക്കാറില്ലല്ലോ, ഇപ്പൊ എന്താ? ഒന്നുമില്ല ചെറിയമ്മ, ഞാൻ അങ്ങ് നിങ്ങൾ വരെ കാർ ഓടിച്ച് അതിൻ്റെ ക്ഷീണം കുറേ കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും. അവൻ ആ കാറോട്ടിച്ചെന്ന് എല്ലാവരെയും അറിയിച്ചപ്പോൾ അവനിപ്പോൾ സമാധാനമായി കാണും. അല്ല, നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങി നിൽക്കുമായിരുന്നോ? ആ, അമ്പലം വരെ ഒന്ന് പോകണം. കുറേ ആയില്ലേ നിങ്ങൾ വന്ന്. നിങ്ങൾക്ക് ഫുഡ് തന്നിട്ട് പോകാമെന്ന് കരുതി, അതാ വെയിറ്റ് ചെയ്ത്. നിങ്ങൾ മൂന്നാളും പോയി ഫ്രഷ് ആയിട്ട് വാ, ഭക്ഷണം എടുത്ത് തന്നിട്ട് ഞങ്ങളൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. അമ്മ കുറേ നേരമായാലോ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ എങ്ങനെ ഒരിക്കൽ കാല് വേന കൂടത്തേ ഉള്ളൂ. ഹേയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. ഇനിയിപ്പോൾ കൂടിയാലും ആമി വന്ന് കാലൊന്നും തടവിയാൽ തീരാവുന്ന വേദനയെ എനിക്കുള്ളൂ. നീ ഇങ്ങനെ പേടിക്കാതെ. അച്ഛൻ പറഞ്ഞാൽ ശരി, മുത്തശ്ശി അധികം നിൽക്കണ്ട. കാല് വയ്യാത്തല്ലേ മുത്തശ്ശി, ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. രാവിലെ തന്നെ ഓരോരുത്തരന്മാർ വന്നോളും മൂട് കളയാൻ. അവനെ കണ്ട നേരം തൊട്ട് എൻ്റെ സമാധാനം പോയി. മനുഷ്യന് ദേഷ്യം വരുക. വന്നോ നീ? ഞാൻ കരുതി ഇന്നിനി ഇങ്ങോട്ട് ഉണ്ടാവില്ല എന്ന്. ഇത്രയും താമസിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആളുള്ളതുകൊണ്ട് നീ ഇങ്ങോട്ട് വരത്തില്ല എന്ന്. അതുകൊണ്ടൊന്നല്ല മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയെ കാണാതിരിക്കാൻ പറ്റും. പക്ഷെ വരുന്ന വഴിക്ക് ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ ശിക്കാരി ശംഭു എൻ്റെ മുമ്പ് ചാടി. അതിനോട് സംസാരിച്ച് നിന്ന് ഇത്രയും ലേറ്റ് ആയിപ്പോയത്. ഈ സൗണ്ട് ഞാൻ എവിടെയോ, ഇതാ നാഗവല്ലിയല്ലേ? ഇവളെന്താ ഇവിടെ? കണ്ണട വെച്ച ശിക്കാരി ശംഭു, നീ എന്തൊക്കെ പെണ്ണെ ഈ പറയുന്നേ? ആന്ന് മുത്തശ്ശി, ഞാൻ നമ്മുടെ മണിക്കുട്ടനെ കൊണ്ട് പുല്ലുമേയാൻ പോയതായിരുന്നു. അപ്പോഴല്ലേ ഈ സാധനം മുമ്പിൽ വന്ന് പെടുന്നത്. എന്താ അഹങ്കാരം! ഓ, ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി നിന്നെ എന്താ പറഞ്ഞ? നിനക്ക് എത്രയും ദേഷ്യം വന്നെങ്കിൽ കാര്യമായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. കാറിൽ നിറങ്ങി വെറുതെ എൻ്റെ നേക്ക് വന്ന് അങ്ങ് കിടന്ന് ചാടി. ഞാൻ വിടുവോ? ഞാൻ കണക്കിന് കൊടുത്തിട്ട് ഇനി എൻ്റെ കയ്യിൽ കിട്ടട്ടെ. മുത്തശ്ശിയുടെ മുമ്പിൽ എന്തൊരു പാവം! ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആ പാടത്ത് വെച്ച്. ഇവക്ക് വലിയ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ? നാഗവല്ലി, ഞാൻ അറിഞ്ഞു തന്നെ ഇവക്ക് ഈ പേരിട്ടത്. അല്ല ഗൗതം, മോൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. ഇതാരാന്നറിയോ? ഇതാ മുത്തശ്ശി പറയാറില്ല ആമിക്കുട്ടി, അനാമിക. മുത്തശ്ശി ആരോടാ സംസാരിക്കുന്നത്? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ കണ്ടോ? ഇതാണ് മുത്തശ്ശിയുടെ ആമിക്കുട്ടി. ഈശ്വര, ഇതാ ശിക്കാരി ശംഭു അല്ലേ? ഇയാളാണോ മുത്തശ്ശിയുടെ പേരക്കുട്ടി? നിന്നെ എൻ്റെ കൈ കിട്ടുപടി. ഇപ്പം മുത്തശ്ശി നിൽക്കണോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ആമീസേ, ഇതാ ഞാൻ പറയാറില്ല എൻ്റെ ഗൗതം കുട്ടി. നമ്മുടെ വിശ്വനാഥില്ലേ, അവൻ്റെ ലാസ്റ്റ് മോന. ഓസ്ട്രേലിയയിൽ വലിയ ഡോക്ടറാ. ഇനിയിപ്പോൾ 1 മാസം ഇവനിവിടെ ഉണ്ടാവും. ഈശ്വര, ഇയാൾ 1 മാസം ഇവിടെ ഉണ്ടാവോ? എന്നെ ഞാൻ ശരിക്കും കാണുന്നുണ്ട്. ആ, നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അവരൊക്കെ വരുന്നതിന് മുന്നേ മുത്തശ്ശി ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെക്കട്ടെ. ആ മുത്തശ്ശി, മുത്തശ്ശി പതുക്കെ വച്ചാൽ മതി, ഞങ്ങളിവിടെ സംസാരിക്കാം.
ദൈവമായിട്ട് നിന്നെ എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ട് വന്നത്. നോക്കുന്നുണ്ടിട്ട് വഷള പെൺകുട്ടികളെ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇയാൾക്കെന്താ നേരത്തെ പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? കണ്ണു കണ്ടോ അറിയാം, ലോക ഫ്രോഡാ. അല്ല, ഇവിടെ എന്താ കണ്ണും കണ്ട് നോക്കി പ്രാക്ടീസ് ചെയ്യുവാണോ? എവിടെ ആണല്ലോ, ഇതെന്താ ഇവര് ഇങ്ങനെ നിൽക്കുന്ന? ഇപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്ന പോലെ. ഇവർക്ക് മുന്നേ വല്ല പരിചയമുണ്ടോ? ആ, നിങ്ങൾ മൂന്നാളും ഫ്രഷ് ആയിട്ട് വന്നോ? എന്നാൽ വേഗം ഇരിക്കും. നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ട് വേണം എനിക്കും ചെറിയമ്മയ്ക്കും അമ്പലത്തിൽ പോവാൻ. ഒരു കാര്യം ചെയ്യും, അമ്മയും ചെറിയമ്മയും അമ്പലത്തിൽ പൊക്കോ. ഞങ്ങൾ സ്വന്തമായിട്ടെടുത്ത് കഴിച്ചോളാം. ഞാനില്ലേ ഇവിടെ? ഏയ് അത് വേണ്ട, ഞങ്ങൾ തന്നിട്ട് പൊക്കോളാം. അല്ല, ആമി എപ്പോൾ വന്നു? ആമി, നീ ഞങ്ങളോട് വരുന്നുണ്ടോ അമ്പലത്തിൽ? ഇല്ല അമ്മായി, ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വാ. ആഹാ, മോളെപ്പോൾ വന്നു? വാ ഇരിക്ക്, ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. വാ. ഇല്ല ആൻറ്റി, ഞാൻ നേരത്തെ കഴിച്ചു. വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അയ്യോ, എന്താ ഭാവം! ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവിടെ വെച്ച് ഇവള് സംസാരിച്ചത്. ഈ ആളിനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. കണ്ണു കണ്ടില്ലേ, ഉണ്ട പണി നാഗവല്ലി. പിള്ളേരെ, നിങ്ങൾ രണ്ടുപേരും പോയി തൊഴുതിട്ട് വാ. ഞാനും ആമി ഇവിടെ ഇല്ലേ? പിന്നെന്താ, ഞങ്ങൾ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തോളാം. അല്ലേ ആമി? അത് ശരിയായിട്ടെത്തി. ആമി ഉണ്ടല്ലോ, അവളെ നോക്കിക്കോളും. ആമി, ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കൊടുത്തേക്ക്. അമ്മായിയും ആൻറ്റിയും പോയിട്ട് വരാം. അതിനെന്താ അമ്മായി, നിങ്ങൾ ധൈര്യമായിട്ട് പോയി തൊഴുതിട്ട് വാ. ഇനി ലേറ്റ് ആക്കണ്ട, ഇവർക്കുള്ളത് ഞാൻ എടുത്ത് കൊടുത്തോളാം. ശരി അമ്മ, എന്നാൽ ഞങ്ങൾ പോയി തൊഴുതിട്ട് വേഗം വരാം. ആയിക്കോട്ടെ. നിങ്ങളിരിക്കും പിള്ളേരെ, ഭക്ഷണം കഴിക്കാം. വേണ്ട, മുത്തശ്ശേടെ ഇരുന്നോ, ഞാനും ആമയായിട്ട് വിളമ്പാം. വേണ്ട, ഇത് എനിക്കുള്ളതല്ലേ ഉള്ളൂ. ചേച്ചി ഇരുന്നോ. സത്യം പറയാലോ, ഈ ഫുഡൊക്കെ ഒരുപാട് മിസ് ചെയ്തു മുത്തശ്ശി അവിടെ വരുമ്പോൾ മാത്രമല്ലേ ഉണ്ടാക്കി തരാറുള്ളൂ. അത് പിന്നെ ഞാൻ അങ്ങോട്ട് വന്നാലല്ലേ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റൂ. നിങ്ങൾ ഇങ്ങോട്ട് വരില്ലല്ലോ. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എടുത്ത് തന്നോളാം. കുട്ടിയുടെ പേര് അനാമിക എന്നാണല്ലേ? പഠിക്കുവാണോ? ആ ചേച്ചി, പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മ്യൂസിക് ടീച്ചറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുക. ഇവളുടെ കാര്യമൊന്നും പറയണ്ട. ആയുർവേദ ഡോക്ടറിനാണ് പഠിച്ചത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഹോസ്പിറ്റലില്ല. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ മാത്രമേ വർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങ് നിൽക്കുക. പിന്നെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതി അസലായിട്ട് പാടും. പിന്നെ മ്യൂസിക് ടീച്ചറായി. ഈ കുരിപ്പ് ആയുർവേദ ഡോക്ടറാണോ? ഒരു ഡോക്ടറിൻ്റെ ഒരു ലുക്കും ഇല്ലല്ലോ. ഇവിടെ ഹോസ്പിറ്റലില്ലെങ്കിൽ അനാമികയ്ക്ക് പുറത്ത് പോയി വർക്ക് ചെയ്തൂടെ? അവിടെ ഒരുപാട് ചാൻസസ് ഉണ്ടല്ലോ. അത് ചേച്ചി, ഞാൻ ശരിക്കും ആയുർവേദ ഡോക്ടർ പഠിച്ചത് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഹോസ്പിറ്റലില്ല. പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് വരുമെന്ന് കരുതി വന്നില്ല. ഇവിടുത്തെ നാട്ടുകാരെ ചികിത്സിപ്പിക്കാനായിരുന്നു ഞാൻ പഠിച്ചത്. പിന്നെ എനിക്ക് ഈ നാട് വിട്ട് പുറത്തു പോകുന്നത് ഇഷ്ടമല്ല. ഇവിടെ തന്നെ താമസിക്കാനാണ് ഇഷ്ടം. ഈ നാട്ടിൽ ഹോസ്പിറ്റൽ ഇല്ലാന്നോ? അപ്പോൾ ഇവിടെയുള്ളവർക്ക് അസുഖങ്ങൾ വന്നാൽ എങ്ങനെ? അതിനല്ലേ ഇവളും ഇവിടെ അച്ഛനും സേതു നമ്പർ 1 വൈദ്യനാ. ഈ ഗ്രാമത്തിലല്ല, ഇവിടുത്തെ അടുത്ത 4 ഗ്രാമത്തിലും ഹോസ്പിറ്റലില്ല. പിന്നെ പട്ടണത്തിൽ പോകണം. ഇവളുടെ അച്ഛനാ ഈ 4 ഗ്രാമത്തിലും ഓടി നടന്ന് ആൾക്കാരെ ചികിത്സിപ്പിക്കുന്നത്. ഇതെന്തൊരു സ്പൈസിയാ, ഐ കാൻ ടോളറേറ്റ്. മുത്തശ്ശി, ഇത് നല്ല ഇരിക്കുന്നുണ്ടല്ലോ. അയ്യോ, അത് ചമ്മന്തിയാ മോനെ, നീ ഇതെടുത്ത് കഴിച്ചോ. അവന് സ്പൈസസ് അലർജിയാ, അതുകൊണ്ടാണ്. സാരല്ല, വെള്ളം കുടിക്കുന്നേ. അത് വെള്ളത്തിലൊതുങ്ങും തോന്നുന്നില്ല. ഇതാ, ഈ പഞ്ചസാര കഴിക്കുക, എരി മാറും. മൂക്കൻ്റെ തുമ്പത്താ ശുണ്ടി. ഒരു നിസ്സാര ചമ്മന്തിയിൽ ഈരി പോലും സഹിക്കാൻ വയ്യ. ശരിക്കും ശിക്കാരി ശമ്പു. ഞാൻ തടി നോക്കുന്ന, ഞാനിങ്ങനെ ഇരിക്കുന്ന കാണാൻ നിനക്ക് നല്ല രസമുണ്ടല്ലേ. മുത്തശ്ശി, എനിക്ക് എരിയൊന്നും പ്രശ്നമല്ല. മുത്തശ്ശി മറന്നു പോയടാ. നാളെ ആഹാരം ഉണ്ടാക്കുമ്പോൾ മുത്തശ്ശി പ്രത്യേകം പറയാം, എരിയൊക്കെ കുറച്ച് വെക്കാൻ. ഇവിടെയുള്ളവർക്ക് കുറച്ച് എരിയൊക്കെ ഇഷ്ടം. അതാ അങ്ങനെ പറ്റിപ്പോയ. അതിന് എനിക്ക് എരിയൊന്നും പ്രശ്നമല്ല മുത്തശ്ശി, കുഴപ്പമില്ല. പ്രശ്നമല്ല, ആ കണ്ണ് തുടച്ചിട്ട് പറ. കൊളിയൊക്കെ ചിരിക്കുവാണ് പട്ടി. നാണം കേട്ടു ഫസ്റ്റ് ദിവസം തന്നെ. മോളെ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അച്ഛന് അത്യാവശ്യമായിട്ട് അടുത്ത ഗ്രാമത്തിൽ പോകണം.
എനിക്ക് തോന്നി എന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ. അല്ലടാ, അവിടെ ആരോ പാമ്പ് കടിച്ചു വന്നു. അച്ഛൻ പോയാലേ അറിയാവുന്നതല്ലേ. അച്ഛൻ പൊക്കോട്ടെ. പൊക്കോ, പക്ഷെ എല്ലാ പ്രാവശ്യത്തെയും പോലെ മാസങ്ങളാവരുത്, പെട്ടെന്ന് വരണം. ഇല്ല, മരുന്ന് വെച്ചിട്ട് അച്ഛൻ വേഗം വരാം. നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട, തറവാട്ടിൽ പോയി നിന്നോ. ഞാൻ അമ്മായി എടുത്ത് പറഞ്ഞേക്കാം ഞാൻ പോകുന്നു നിന്നെ നോക്കാൻ. അച്ഛൻ പോയിട്ട് വരാം. അച്ഛൻ സമാധാനമായിട്ട് പൊക്കോ, അവിടെ ഒന്നും കയറി പറയാൻ നിൽക്കണ്ട. ഞാൻ അങ്ങോട്ട് പൊക്കോളാം. എൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അവിടെ പോയാലും മതി. ആ മരമൊന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങ് തരിച്ച് കയറുക. ഞാനിങ്ങ് അങ്ങോട്ട് പോയില്ല. ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലും കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം. അമ്മ വിളിക്കാൻ പറഞ്ഞ ആളെ ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. വിളിച്ചപ്പോൾ ഒരു വിധത്തിൽ വരില്ല. പിന്നെ ഞാൻ ബലം പ്രയോഗിച്ച ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇവളെ. എന്താ ആമി ഇത്? സേതു പ്രത്യേകം പറഞ്ഞിട്ടാ പോയത് നിന്നെ ഒറ്റയ്ക്ക് നിർത്തരുതെന്ന്. അവൻ പോയാ നീ ഇവിടെയല്ലേ നിൽക്കുക, പിന്നെന്താ? ഏയ്, അത് പിന്നെ അവിടെ അങ്ങിരുന്നപ്പോൾ അവിടെ നിൽക്കാൻ തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല മുത്തശ്ശി, ഇവിടെ ഇപ്പോൾ എല്ലാവരും ഇല്ലേ. ഈ മുത്തശ്ശിക്ക് എന്താ ഇവളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലേ? അവളെ വീട്ടിൽ നിൽക്കുന്നതല്ലേ നല്ലത്, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? സാധാരണ സേതു പോകുമ്പോൾ നീ ഇവിടെയല്ലേ നിൽക്കാറ്, പിന്നെ എന്തു പറ്റി? മര്യാദയ്ക്ക് ഇവിടെ തന്നെ നിന്നോണം കേട്ടല്ലോ. അതല്ല മുത്തശ്ശി, വീട്ടിൽ നിന്നപ്പോൾ അവിടെ നിൽക്കാൻ തോന്നി. സാരല്ല, ഞാനിവിടെ നിന്നോളാം. നിനക്ക് വേണ്ടിയുള്ള റൂം അതവിടെ തന്നെ ഉണ്ട്, അവിടെ പോയി കിടന്നു. ഞങ്ങൾ വന്നുകൊണ്ടാണോ ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ മടി? അതുകൊണ്ടൊന്നുമല്ല ഏട്ടത്തി. അവളുടെ അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ ഒക്കെ അന്നത്തെ ദിവസം മൂഡ് ഓഫ് ആയിരിക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ശരിയാവും. അച്ഛൻ ഇനി എന്നായിരിക്കും വരുന്നുണ്ടാവുക? ഒരുപാട് താമസിക്കുമോ? ആമി, ഞാനകത്തേക്ക് വന്നോട്ടെ? എന്താ ഗായത്രി ചേച്ചി ഇത്? അകത്തേക്ക് വരാൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ചേച്ചിക്ക് അകത്തേക്ക് അങ്ങ് വന്നാൽ പോരെ? അല്ല, നാളെ ആമി ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് അമ്പലം വരെ പോയാലോ? ഇവിടെ ഒരു അമ്പലമല്ലേ, ഈ തൊട്ടിലൊക്കെ കെട്ടുന്ന വിളക്ക് കത്തിക്കുന്ന ആ കാവും അമ്പലം കൂടെ ചേർന്നത്. നാളെ ഞാൻ ഫ്രീയാ. രാവിലെ മ്യൂസിക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാം. ശരി, തൽക്കാലം ഇവിടെ ആരോടും പറയണ്ട. ഇല്ല, പറയില്ല. എന്നാ ആമി ഉറങ്ങിക്കും. നമുക്ക് നാളെ കാണാം. ശരി ചേച്ചി. ഗമരി മഗരി സനി രെ സ പമഗ മത മഗരി സനി രെ സ ഗമ സനി സ ധനി മദ ഗമരി ഗ സ നി സ ധ നി സ നി സ മാ ഗ ഗ നി സ പ മ മ ഗ സനി സ ഗ മ ഗ രി നി ധ മ മ ഗ ഗ മ ഗ ക ഗ മ രി ഗ നി രി നി ഗ രി മ ഗ രി സ പ മ ധ മ നി ധ നി മ ധ ഗ മ രി ഗ സ മലർകൾ കേട്ടേ വനമേ തന്തനേ തണ്ണീർ കേട്ടേൻ അമൃതം തന്തനെ എதை நான் കേൾപ്പിൻ. ഇതിപ്പോൾ കുറേ നേരമായാലും ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാ ഈ പാട്ട് കേൾക്കുന്നത്? നാഗവല്ലിയുടെ കച്ചേരിയായിരുന്നു. പാട്ട് കൊള്ളാം, പക്ഷെ പാടുന്ന നീ ആയതുകൊണ്ട് തീരെ കൊള്ളില്ല. എന്താ ഇത്? മറ്റുള്ളവർക്ക് ഉറങ്ങണ്ടേ? രാവിലെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നാശം. ഇയാൾക്ക് വേറൊരു പണിയുമില്ല. 24 മണിക്കൂറും എൻ്റെ തൊഴിൽ കയറാൻ തന്നെ സമയം. അതെ, ഇവിടെ ഒന്നും പറ്റില്ല. ഞാൻ പോകുന്നവരെ ഇത് നിർത്തി വെക്കണം. എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങണം. ഇങ്ങനെ പാട്ട് കേട്ടാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നിന്നോടാ ഞാൻ സംസാരിക്കുന്ന. നിന്റെ നാക്കെന്താ ഇറങ്ങിപ്പോയോ? അത് ശരിയാ, തന്നെ പോലുള്ളവർക്കൊന്നും ഇതൊന്നും പറ്റില്ല. സംഗീതം എന്ന് പറയുന്നത് ആസ്വദിക്കണമെങ്കിൽ തലയ്ക്കകത്ത് ആളെ താമസം വേണം. അതങ്ങനെയാ, ബുദ്ധിയില്ല, ബോധവുമില്ല. അയ്യോ, പറയുന്നത് വാനമ്പാടി ചിത്രയല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഞാൻ പോകുന്നവരെ ഈ സൗണ്ട് ഇവിടെ കേൾക്കാൻ പാടില്ല, മനസ്സിലായോ? ഇയാളെ മിക്കവാറും ഞാൻ തന്നെ കൊല്ലും, എന്നിട്ട് ജയിലിൽ പോയാലും കുഴപ്പമില്ല. നിന്ന് ആലോചിക്കുന്നൊക്കെ കൊള്ളാം. നാളെ തൊട്ട് ഇതൊന്നും ഇവിടെ പാടില്ല. ഞാൻ പോകുന്നവരെ ഈ വീടിൻ്റെ പരിസരത്ത് കണ്ടുപോകരുത്. നിനക്ക് സമാധാനമായോ ആ പാട്ട് നശിപ്പിച്ചപ്പോൾ? സന്തോഷമായി. ഇപ്പം മനസ്സിന് വല്ലാത്തൊരു സമാധാനം. ബാ, നമുക്ക് പോയി ഒരു ചായ കുടിക്കാം. സത്യം പറയാലോ, എന്താ ബോറടി. ഇവിടെയാണെങ്കിൽ സമയവും പോകുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യം. അടുത്ത ആഴ്ച തന്നെ കയറി ഓസ്ട്രേലിയക്ക് പോകണം.
ഇതവളല്ലേ ആ നാഗവല്ലി? ചെടികളെ സോറി, അമ്പലത്തിൽ പോകാനാ, കുറച്ച് പൂവേ എടുത്തുള്ളൂ. ഇനി ആവർത്തിക്കില്ല, മാപ്പാക്കണം. താനെന്താടാ ഇവിടെ? തനിക്ക് നാണല്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ? പെൺകുട്ടികൾ മാത്രം നിൽക്കുന്നിടത്ത്. അയ്യേ, നോക്കാൻ പറ്റിയൊരു സാധനം. കണ്ണു പൊട്ടം പോലും നിന്റെ ഭാഗത്തോട്ട് നോക്കൂല. പിന്നെയല്ലേ ഞാൻ അത്രയ്ക്ക് മോശമാണോ? ഇവിടെ വായി നിർന്ന് ആലോചിക്കാതെ അകത്ത് കയറി പോടി. എടി പൊടി നിനക്ക് വീട്ടിലൊന്നിനെ കെട്ടിക്കൊണ്ടിരിച്ച് സംസാരിക്കണോ? എന്നോട് സംസാരിക്കണ്ട. ഈ ആമി ആരെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. വേണ്ട വേണ്ട നിൽക്കുമ്പോൾ തലേ കയറുന്നു. ഇങ്ങോട്ട് വാടി. വിടോ, താൻ എന്തായി കാണിക്കുന്ന? വിട. മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് നിന്നില്ലെങ്കിൽ നിന്നെയും കെട്ടി ഞാനങ്ങ് ആസ്ട്രേലിയയിലേക്ക് പോകും. എന്നിട്ട് ശരിക്കുള്ള ഞാൻ ആരാധന നിനക്ക് കാണിച്ചു തരും. കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, നിന്നെ തേടി ആരും വരില്ല. ഞാൻ അവിടെ ഇട്ട് ഈശോ എന്നെ വരപ്പിക്കും. എന്തൊക്കെയാ പറയുന്നത്? കെട്ടാൻ തന്നെ കെട്ടാനോ? അതിന് ഈ ഗ്രാമത്തിലല്ല, ഈ ലോകത്തിന് ആർക്കും കഴിയില്ല. അത്രയ്ക്ക് അഹങ്കാരമല്ലേ? ഈ പറഞ്ഞതിനുള്ള മറുപടി എനിക്ക് തരാൻ അറിയാതുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് സമയമില്ല, ഞാൻ പോവാം. സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പം ഏത് പെണ്ണും പേടിക്കേണ്ടതല്ലേ? ഈ പെണ്ണിന് ഒരു കുലുക്കമില്ലല്ലോ. ഇതെന്ത് ജന്മം? ഗായത്രിയേച്ചി, ഞാൻ റെഡിയാ, നമുക്ക് പോവാം. പിന്നെ ഞാൻ മുത്തശ്ശിയോട് എനിക്ക് അമ്പലത്തിൽ പോകുന്നു പറഞ്ഞു. പോകുമ്പോൾ ഗായത്രിയേച്ചിയും കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞു. മുത്തശ്ശിയോട് പറയാതെ പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല, അതാ. ശരി, എന്നാൽ നമുക്ക് പോവാം. പിന്നെ ആമി സാരിയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ പൊന്ന് ഗായത്രി ചേച്ചി, കണ്ണില്ലേ? ഈ കൊലത്തിനാണോ കൊള്ളാന്ന് പറഞ്ഞ? പാടത്ത് കൊണ്ട് കുത്തിവെക്കാം, പാടത്തിന് കണ്ണ് കിട്ടില്ല. ഒന്ന് പോടാ. ഇവൻ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. ശരിക്കും നല്ല ഭംഗിയുണ്ട് ഈ സാരി, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഗൗരവേട്ട, താങ്ക് യു. പിന്നെ കാര്യമായിട്ട് എടുക്കാൻ ഈ ശിക്കാരി ശംഭു പറയുന്ന കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല. ശിക്കാരി ശംഭു നിൻ്റെ അച്ഛൻ, മനസ്സിലായോ? തൽക്കാലം എൻ്റെ അച്ഛൻ അവിടെയല്ല, നിങ്ങളുടെ അച്ഛനോട് ഉണ്ടല്ലോ, അയാളൊക്കെ വിളിക്കേ. അല്ല, രണ്ടാളും എന്തോ കാര്യമായിട്ട് രഹസ്യം പറയുന്നു തോന്നുന്നു. അത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോവാം. രഹസ്യമൊന്നുമല്ല ചേച്ചി, ബാ നമുക്ക് അമ്പലത്തിൽ പോവാം. നിങ്ങൾ ഒറ്റയ്ക്കാണോ പോകുന്നത്? ഗൗതം, ഇവരെ ഒന്ന് കൊണ്ടാക്കടാ. ഞാനെങ്ങുമില്ല, ഗായത്രി എടുത്തി മാത്രമാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഇവളെയൊന്നും ഞാൻ കൊണ്ടുപോവില്ല. അല്ലെങ്കിൽ തന്നെ തൻ്റെ കൂടെ വരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഗായത്രി ചേച്ചി, നമുക്ക് നടന്നു പോവാം. ആടി വെക്കണ്ട. ഗൗരവേട്ട, ഏട്ടനും കൂടെ വാ, നമുക്ക് 4 ആൾക്കും പോവാം. ആ, ഏട്ടനുണ്ടെങ്കിൽ ഞാനും വരാം. ഗായത്രിജി, അതാ കാവ്. അവിടെ പോയി പ്രാർത്ഥിച്ചോ. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവിയോട് പറഞ്ഞോ, കേൾക്കാതിരിക്കില്ല. ശരി, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഗൗരവേട്ട, ബാ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ശരി. ദേവി, മനസ്സിലൊരുപാട് പ്രതീക്ഷയായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മനസ്സിലെന്താണെന്നറിയാലോ. എനിക്ക് അത് സാധിച്ചു തരണം. ഇനിയും എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് തോന്നി രാവിലെ എണീറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ, എൻ്റെ ദേവി ആ പറയുന്നതൊക്കെ ഒന്ന് സാധിപ്പിച്ചു കൊടുത്തേക്ക്. ദേവി, ഗായത്രിജിക്ക് ഒരുപാട് വിഷമമുണ്ട്. ചേച്ചി എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നടത്തി കൊടുക്കണേ. മഹാദേവ, അല്ല കൃഷ്ണ, ഇത് ആണാണോ പെണ്ണാണോ? സോറി, ആരായാലും ഞാൻ ഈ പറയുന്നൊന്ന് കേൾക്കണം. ഏട്ടനും ഏട്ടത്തിക്കും ഒരു കുഞ്ഞ് അത് കൊടുക്കണം. ഇയാൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ അറിയോ? ഈശ്വര, ഇനി എനിക്ക് എന്തെങ്കിലും പറ്റണമെന്നായിരിക്കോ പ്രാർത്ഥിക്കണേ. എന്താടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന? ആമ്പിള്ളേരെ നീ കണ്ടിട്ടില്ലേ? ആമ്പിള്ളേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടില്ല. മാറി നിൽക്കണം അങ്ങോട്ട്. നീ എങ്ങോട്ടായി പോകുന്ന? എനിക്കിവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല, ഞാനും കൂടെ വരുന്നു. എന്നാ വാ അടച്ച് മിണ്ടാതെ എൻ്റെ പുറകെ വന്നോ. പുറകെ വരാനോ? അത് നിന്റെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇവിടെ ശിക്കാരി ശംഭു, എൻ്റെ പുറകെ വരാനല്ല, എന്നെ ഫോളോ ചെയ്ത് വരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മണ്ടൻ. ഗൗരവേട്ട, അങ്ങോട്ട് നോക്കിയേ, രണ്ടും നല്ല രസമുണ്ടല്ലേ, നല്ല ചേർച്ച. എവിടെ? ചേർച്ചയൊക്കെ തന്നെ, പക്ഷേ സ്വഭാവം രണ്ടിനതും അത്ര ചേരില്ല. ഏട്ടത്തി അകത്ത് പോയി പ്രാർത്ഥിച്ചോ. വിളക്ക് കത്തിക്കാൻ സമയം ഞാൻ വന്നോളാം. ഞാൻ അമ്പലക്കുളത്തിൽ പോയി ഒന്ന് കാല് കഴിയിട്ട് വരാം. ഇവിടെ വന്നാൽ എനിക്കത് ചെയ്തില്ലെങ്കിൽ സമാധാനം കാണില്ല. ശരി, ഒറ്റയ്ക്ക് പോണ്ട. ഗൗതം, നീ ഇവളോടെ പൊക്കോ, ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് വരാം. താൻ ഇവളോടെ പൊക്കോ, എനിക്കൊറ്റയ്ക്ക് പോകാൻ അറിയാം.
നീ ഒറ്റയ്ക്കോ ഡബിളായിട്ടോ എങ്ങനെയോ പോ. ഏട്ടത്തി പറഞ്ഞോണ്ടാ കൂടെ വരുന്നത്. നടക്ക്. അങ്ങനെ ഇപ്രാവശ്യം നീ എനിക്ക് തന്നു. അതെ, എന്താലോചന നിനക്ക്? അകത്തേക്ക് പോണ്ടേ? വാ. കഴിഞ്ഞോ കാലുമുക്കലും കൈമുക്കലും ഒക്കെ? എന്നാ നടക്ക്. ഐ ഫീൽ സോ ഗുഡ്. ഇവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഐ ഡോണ്ട് നോ, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പീസ് ആൻഡ് കാമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ടില്ല. പോവാൻ താനിതുപോലെ നാട്ടിൽ വന്നിട്ടില്ലല്ലോ. നാട്ടിൽ വന്നാലേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. തനിക്കിവിടെ അലർജി അല്ലേ? അലർജി. ഇതിവിടെ ഉണ്ടായിരുന്നു. അല്ല പോണ്ടേ? നീ ഇവിടെ എന്ത് നോക്കി നിൽക്കുക? അവർ വിളക്ക് കത്തിച്ച് വന്നു. വാ, വണ്ടി എടുക്ക്. ഏയ്, ഞാനെന്ത് നോക്കി നിൽക്കുക? വാ പോവാ. അല്ല, ഭക്ഷണം കഴിക്കാൻ നമ്മളേ ഉള്ളൂ, പിള്ളേരാരും ഇല്ലേ? വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരുമല്ല. ആ ഇതാ കുട്ടികളെത്തിയല്ലോ. എന്നാ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനിരിക്കാം. എല്ലാവരും ഇരുന്നോ, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം. കുട്ടികളെ ഇരിക്കേ. അത് വേണ്ട, അമ്മായി ഇവരുടെ കൂടെ ഇരുന്നോ, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം. എനിക്ക് ഈ ആമിയെ ഒരുപാട് അങ്ങ് ഇഷ്ടമായി. നല്ല സ്വഭാവം. നിനക്ക് കല്യാണം വല്ലതും നോക്കുന്നുണ്ടോ മോളെ? ഏട്ടത്തി, അത് വേണ്ട, നേരത്തെ ഞങ്ങൾ ഇങ്ങെടുത്തു ഇതിനെ. ഓ, അപ്പോ അന്ന് നീ വിളിച്ചപ്പോ പറഞ്ഞത് ഈ കുട്ടിയായിരുന്നോ നമ്മുടെ അശോകന് വേണ്ടി നോക്കിയെന്ന്? അതെ, ഇവളെയാ ഞങ്ങൾ ഞങ്ങളുടെ അശോകന് വേണ്ടി നോക്കി വെച്ചിരിക്കുന്ന. ആഹാ, അപ്പൊ നീ നേരത്തെ മുൻകൂട്ടി ഇവളെ അങ്ങ് സ്വന്തമാക്കിയല്ലേ? ഞാൻ എൻ്റെ ഗൗതമിന് വേണ്ടി നോക്കാനാ മനസ്സിലിപ്പോൾ അങ്ങോട്ട് വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും നീ നിന്റെ മോന് വേണ്ടി എടുത്തു അല്ലേ? അത് പിന്നെ എനിക്കറിയില്ലേ, നാട്ടിൽ നിന്ന് കല്യാണാലോചനകൾ വരാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഇവളെ അങ്ങ് പൊക്കി എൻ്റെ മോന് വേണ്ടിയിട്ട്. ആഹാ, ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഒരു കല്യാണം കൂടാനുള്ള ചാൻസ് ഉണ്ടോ? അറിയില്ല, അശോക് വരുന്നുണ്ട്. അവൻ വന്നിട്ട് വേണം സംസാരിക്കാൻ. ഇന്നോ നാളെ എത്തും. ഈശ്വര, അശോകട്ട് വരുന്നുണ്ടെന്നോ? അങ്ങനെയല്ലേ അമ്മായി പറഞ്ഞ്? ഇവക്കെന്താ ഇവളെ കെട്ടാൻ പോണ ചെക്കൻ വരുന്നു പറഞ്ഞിട്ട് ഒരു സന്തോഷമില്ലാത്ത? ഇവൾക്കെന്താ ഇഷ്ടമല്ലേ? ഈശ്വര, അച്ഛനൊന്ന് നേരത്തെ വന്നെങ്കിൽ അശോകട്ടൻ വന്നാൽ ഞങ്ങളുടെ കല്യാണത്തിനെ പറ്റി സംസാരിക്കും. ഇനിയും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എല്ലാവരും കൂടെ ഞങ്ങളുടെ കല്യാണം നടത്തുമോ? സമാധാനം പോയി. അന്നഗ്രഹാരരാത്രിയിൽ തേരുവന്നപ്പോ കരതാരിൽ നമ്മൾ മൺചിരാതും കൊണ്ടു നടന്നില്ലേ? ഓ ഗോഡ്, ഞാനിപ്പോൾ എന്താ കണ്ടേ? സ്വപ്നമായിരുന്നോ? അതവളല്ലേ, ആ നാഗവല്ലി? അവളും ഞാനുമായിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ ഞാൻ കണ്ടത്? ശോ, അവളുടെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഏട്ടാ, എനിക്കിവിടെ നന്നായിട്ട് ബോറടിക്കുന്നു. ഞാൻ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക. എന്താടാ ഇത്? വന്നിട്ടൊരു 4 ദിവസം പോലും ആയില്ല, അതിന് മുന്നേ പോകാനോ? ബാ, നമുക്കെല്ലാവരെയും വിളിച്ച് പുറത്ത് പോയി കളിക്കാം. എൻ്റെ മൂടൊക്കെ മാറും. എന്താ നീ ഇത്ര പെട്ടെന്ന് തളർന്നോ? ഇതാ ബോൾ പോകുന്നു, ബോൾ പിടിക്കും. അയ്യോ, ഈശ്വര, മണിക്കൂട്ടനാണല്ലോ കൊണ്ടത്. ആ മീന്ന് കൊല്ലും നമ്മളെ. ഇവൻ എന്തിനാ ഇങ്ങനെ കരയുന്ന? എന്ത് പറ്റിയടാ? ആമി അത് ഇവിടെ പന്ത് കളിച്ചപ്പോൾ
പിള്ളേരറിയാതെ എറിഞ്ഞപ്പോൾ മണിക്കുട്ടൻ്റെ ദേഹത്താ കൊണ്ടത്. എന്താ അമ്മ ഇത്? നോക്കി കളിക്കാൻ അറിയില്ലേ? കൊച്ചു കുട്ടികളാണോ? അവന് നന്നായിട്ട് വേദനിച്ചു, അതാ അവൻ ഇങ്ങനെ കരയുന്നത്. മുറ്റത്ത് കൊണ്ടതിനെ കെട്ടാൻ ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാണ് ഞങ്ങൾ കളിച്ചത്. പിന്നെ അതിനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ വേദന അങ്ങ് മാറിക്കോളും. അതിന് നീ ഇത്രയും സീന് കാണിക്കേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ഓൾ ഇതൊരു ചെറിയ പശുക്കുട്ടിയല്ലേ. ഗൗതം നിർത്ത്, മതി. ആമി മോളെ, ഞങ്ങൾ കണ്ടില്ല, സോറി. അതിന് നന്നായിട്ട് വേദനിക്കണ്ടെന്ന് തോന്നുന്നു, സോറി. ഏട്ടൻ എന്തിനാ ഇവളോടൊക്കെ ഇതിനു വേണ്ടി സംസാരിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതങ്ങനെ അവൾക്ക് മനുഷ്യനോട് പെരുമാറാൻ അറിയോ? അതങ്ങനെ അമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കൂ. ഗൗതം മതി, നിന്റെ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോ. അവക്ക് അമ്മയില്ല പറഞ്ഞു കൊടുക്ക, പക്ഷെ നീ അവളോട് പെരുമാറുന്നതോ? നിനക്ക് അമ്മയും അച്ഛനും ഉണ്ടല്ലോ, എന്താ അവര് പഠിപ്പിച്ചില്ലേ നിന്നെ ഇതൊന്നും? മുത്തശ്ശി, ഞാനല്ല, അവളാ ആദ്യം തുടങ്ങി. വിശ്വ, നിന്റെ മോനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ. സംസാരം നിർത്തി അകത്ത് കയറി പോകാൻ പറ. ഗൗതം മതി, നിർത്ത്. എന്താ ഇത് കുഞ്ഞു പിള്ളേരെ പോലെ? അകത്ത് കയറിപ്പോ. അടിവെക്കാനാണോ കളിക്കാൻ വേണ്ടി വന്നതെല്ലാരും? മുത്തശ്ശി, എനിക്ക് വേണ്ടി എല്ലാവരുടെ മുമ്പിലും വെച്ച് അയാളെ വഴക്ക് പറയണ്ടായിരുന്നു. അയാൾക്ക് ഒത്തിരി വിഷമമായി കാണും. ഞാൻ പറഞ്ഞതിലൊരു തെറ്റുമില്ല. അവനാ പറഞ്ഞത് തെറ്റ് തന്നെയാ, അത് ആരോടായാലും. പിന്നെ അവന് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കണ്ട് സംസാരിച്ച് അതൊക്കെ മാറും. നീ വിഷമിക്കണ്ട. എനിക്ക് വിഷമമൊന്നുമില്ല മുത്തശ്ശി, ഞാൻ വീട്ടിലോട്ട് പോവാം. മുത്തശ്ശി അയാളെ കണ്ടൊന്ന് സംസാരിക്കേ, ഞാൻ പോവാന്നേ. ആ പെണ്ണിന് വേണ്ടി മുത്തശ്ശിയും അച്ഛനും എന്നെ വഴക്ക് പറഞ്ഞു. അവൾ ഇവിടുത്തെ ആര്? രാജകുമാരിയോ? അവൾക്ക് വേണ്ടി എന്നോടെല്ലാവരും വഴക്കുണ്ടാക്കാൻ. മോനെ ഗൗതം, മുത്തശ്ശിക്ക് അകത്തേക്ക് വരാവോ? ആ കുട്ടിയുടെ കാര്യം സംസാരിക്കാനാണെങ്കിൽ മുത്തശ്ശി വരണ്ട, എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. എന്താടാ ഇത്, കുഞ്ഞു കുട്ടികളെ പോലെ? നിന്റെ വാശി ഓരോ ദിവസം വരുമ്പോൾ കൂടി വരുവാണല്ലോ. എൻ്റെ വാശിയൊന്നും ഇനി മുത്തശ്ശി കാണണ്ട. ഞാൻ തിരിച്ചു പോവുക ഓസ്ട്രേലിയക്ക്. നാളെ ഞാൻ പോവും. ഞാനെങ്ങും ഇവിടെ ആരെയും സങ്കടപ്പെടുത്താനില്ല. പോകുന്നോ? എങ്ങോട്ട്? ഓസ്ട്രേലിയക്കോ? അതിന് ഞാൻ വിട്ടാലല്ലേ? എന്താ മോനെ ഇത്? വേണ്ട മുത്തശ്ശി, ഞാൻ പോവുക. ഞാൻ കാരണം ഇനി മുത്തശ്ശിയുടെ ആരും ഇവിടെ സങ്കടപ്പെടണ്ട. എനിക്ക് അവിടെ പറ്റൂ. ഞാൻ അവിടെ നിൽക്കുന്നതാണ് നല്ലത്. മോനെ ഗൗതം, മുത്തശ്ശി ഒരു കാര്യം പറയാം. മോനെ, വിശക്കുന്നവൻ്റെ അടുത്ത് ഭക്ഷണത്തിനെ പറ്റി പറയാൻ പാടില്ല. അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളെ പറ്റി. അതുപോലെ തന്നെയാണ് അമ്മയും അച്ഛനില്ലാത്തവരോട് അതിനെപ്പറ്റി നമ്മൾ പൊങ്ങച്ചം പറയരുത്. എനിക്കറിയാം, ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. പക്ഷേ എല്ലാവരുടെയും മുമ്പിലും വെച്ച് മുത്തശ്ശിനെ വഴക്ക് പറയണ്ടായിരുന്നു. അതെനിക്ക് ഒത്തിരി സങ്കടമായി. അവൾ കണ്ണു നിറഞ്ഞ് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാനങ്ങ് ശരി, മുത്തശ്ശി നിന്നോട് ക്ഷമ ചോദിക്കാം പോരെ? അല്ലെങ്കിൽ പറ, മുത്തശ്ശി നീ എന്താ വേണ്ടത്? നീ പറയുന്ന പോലെ മുത്തശ്ശി കേൾക്കാം. പക്ഷേ ഇവിടുന്ന് പോകുന്നെന്ന് മാത്രം പറയരുത്. മുത്തശ്ശി ഒന്നും ചെയ്യണ്ട, എനിക്കാരോടും പണക്കമില്ല. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വന്നല്ലോ. അല്ല, ആമി മോള് അവൾ വന്നില്ലേ? ആ കുട്ടി ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുവാണോ? ഞാൻ പോയതാ വിളിക്കാൻ. അപ്പോൾ ഞങ്ങളോട് കഴിക്കാൻ അവൾക്ക് വിശപ്പില്ല, പിന്നെ വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. ആ, അതിനി അങ്ങനെ തന്നെ. അവൾ അമ്മയെ പറ്റി ആരെങ്കിലും സംസാരിച്ച അങ്ങനെ ഏട്ടത്തി കുറച്ച് നേരത്തേക്ക് പിന്നെ ആളും അനക്കവും കാണില്ല, ഒറ്റയ്ക്കിരിക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ കഴിച്ചോ. അവൾ വന്നിട്ട് ഞാനവളും കൂടെ ഒരുമിച്ച് കഴിച്ചോളാം. അതൊരു പാവം. വിഷമവും സങ്കടവും സന്തോഷമൊക്കെ വന്നാൽ പുറത്ത് കാണിക്കും. ആ പോട്ടെ, നിങ്ങളൊക്കെ ഇരിക്കെ കഴിക്കാം. രാധയും അവൾ ഒരുമിച്ചിരുന്ന് കഴിച്ചോളും. ചെറിയമ്മ ഭക്ഷണം എടുത്ത് വെച്ചോ, അവൾക്കൂടെ വിളമ്പിക്കോ. ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാം. ഞാൻ കാരണമല്ലേ അവൾക്ക് വിഷമം ഉണ്ടായത്. ഞാൻ തന്നെ സോറി പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരാം. ശരി, ഞാൻ വിളമ്പി വെക്കാം. ഇത് കണ്ടോ അമ്മ? അച്ഛൻ എന്നെ വീണ്ടും ഒറ്റയ്ക്കാക്കി. എങ്ങോട്ടോ പോയി. പെട്ടെന്ന് വരാമെന്നാ പറഞ്ഞത്. ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുക. എന്നെ പറ്റി ഒരു ചിന്തയില്ല നമ്മുടെ അച്ഛന്. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒറ്റപ്പെടുമായിരുന്നു. അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്നോട് അങ്ങനെ സംസാരിക്കുമായിരുന്നു. പോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഇല്ലേ അല്ലേ? ഈ ഫോട്ടോയിൽ ചിരിച്ചോണ്ടിരുന്നു. ആമി, ബാ ഭക്ഷണം കഴിക്കാം.
ഞാൻ ഗായത്രി ചേച്ചിയോട് പറഞ്ഞതാണല്ലോ എനിക്ക് വിശപ്പില്ല, നിങ്ങളോട് കഴിക്കാൻ. ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം. നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. വാശി കാണിക്കാതെ എണീറ്റ് വാ, കഴിക്കാം. ഗൗതം, നോക്ക്, തന്നോട് അടിവെക്കേണ്ട ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വിശക്കുമ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാം, നിങ്ങൾ പൊക്കോ. ഇപ്പം നിൻ്റെ മാനസികാവസ്ഥയ്ക്ക് എന്താ പ്രശ്നം? ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ശരി, സോറി. അന്നേരത്ത് നിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിപ്പോയി. ഞാൻ മാപ്പ് പറഞ്ഞു. ഇനി വാ, വന്ന് കഴിക്കേ. താൻ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനതൊക്കെ അവിടെ തന്നെ വിട്ടു. എനിക്ക് ഒന്ന് ഒറ്റയ്ക്കിരിക്കണം, താൻ പോക്കോ. നിന്നോട് മാനിയായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വാ, പോവാം. കയ്യിന്ന് വിട്, കയ്യിന്ന് വിടാൻ. താൻ എന്തായി കാണിക്കുന്ന? ആരുമില്ലാത്ത സമയത്ത് ഇവിടെ വന്നതും പോരാ. വിട്ടെ, ഞാൻ വന്നോളാം. എന്നാ നടക്ക്. തന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഞാൻ വന്നില്ലെങ്കിൽ മുത്തശ്ശി വിഷമിക്കും, അതുകൊണ്ടാ. അല്ലാണ്ട് അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഗായത്രിജി ബെറ്റ് പറ്റാണേ. ഡിഷ് ആരുതാണോ കൊള്ളാന്നുള്ളത് അവർക്ക് 5000 രൂപയാ പ്രൈസ്, മനസ്സിലായല്ലോ. എന്നൊക്കെ പറയുന്നു, എനിക്കൊന്നും അറിയില്ല മോളെ. ഇതാ രണ്ടെണ്ണം എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ യൂട്യൂബിൽ എന്തോ കണ്ടെന്ന് പറഞ്ഞ നമ്മളോട് ഈ ബെറ്റ് വയ്ക്കുന്ന കണ്ടറിയാൻ. എനിക്കൊന്നും അറിയില്ല. ഈ പറ്റ് നിങ്ങളും ഗൗതമും തമ്മില. ഞാനിതിൽ നിരപരാധിയാണ്. അവൻ്റെ കുക്കിംഗ് കണ്ടിട്ട്. ഗായത്രി ചേച്ചി, ഇതൊന്ന് ഫ്രൈ ചെയ്ത എണ്ണ എനിക്ക് പേടിയാണ്. ഞാൻ ഫ്രൈ ഒക്കെ ചെയ്യാം. ഇതെന്താ സാധനം അതാദ്യം പറയും. അത് കഴിക്കുമ്പോൾ മനസ്സിലാവും. നിനക്ക് പറയാൻ അറിയില്ല അല്ലേ? ആ, നീ ഉണ്ടാക്കിയത് നീ തന്നെ കഴിച്ചോ. മിക്കവാറും ഇത് നീ തന്നെ കഴിക്കേണ്ടി വരും. ഓ ആയിക്കോട്ടെ, ഞാനങ്ങ് സഹിച്ചു. ഞാനിന്ന് ഉണ്ടാക്കിയ ഡിഷ് കഴിക്കുമ്പോൾ നിൻ്റെ ഡിഷൊക്കെ മാറി നിൽക്കും. പെറ്റ് 5000 രൂപ എടുത്ത് വെച്ചോ നീ. ഈശ്വര, അവളുടെ കയ്യിലിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അല്ല, വെൽക്കം ടു അവർ കിച്ചൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ റെസിപ്പിയാണ്. ഇതിൻ്റെ ഓണർ ഡോക്ടർ ഗൗതം വിശ്വനാഥ്. ദൈവമേ, അത് ഫ്ലോപ്പായി എന്നുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടാണോ? ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. റെസിപ്പി നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഉണ്ടാക്കുമ്പോൾ പല്ലില്ലാത്തവർക്ക് കൊടുക്കരുത്, പല്ലുള്ളവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റുന്നില്ല. ഇനി ഉണ്ടാക്കാൻ അറിയില്ല എന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇവിടെ വന്നെടുത്തോ. ഞങ്ങൾ ആരും ഇത് തിന്നാൻ പോകുന്നില്ല. അത് പൊളിച്ചു. നോട്ട് ദ പോയിന്റ്. ഇത് ചരിയില്ല, താഴെ വഴിയില്ല, കാറ്റത്ത് ആടുക പോലുമില്ല. വീട് പണിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കല്ലിന് പകരം ഇത് നന്നായിട്ട് ഉപയോഗിക്കാം. നിന്റെ റെസിപ്പിക്ക് ഇതിലും വലിയ പ്രൊമോഷൻ സ്വപ്നങ്ങളിൽ മാത്രമാണ്. അത്രയ്ക്ക് അവളെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അപമാനം. ഏട്ടത്തിയും എന്തായാലും പറഞ്ഞത് ശരിയാ. ഇയാളുടെ ഡിഷിന് മുന്നിൽ എന്നെ ഡിഷ് മാറി നിൽക്കും. എന്നാൽ ഈ പൈസ ഞാൻ അങ്ങോട്ട് എടുക്കുക. നിക്ക്, പൈസ ഇങ്ങോട്ട്. തെറ്റിട്ട് തോറ്റ പൈസ തരണം, അങ്ങോട്ട് മാറി നിൽക്കും. ഹലോ. ഈശ്വര, അശോകേട്ടൻ അങ്ങോട്ട് മാറി നിൽക്കുക. അശോകേട്ടാ. ഇവനാണോ 11 അശോകൻ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? സുഖമാണോ നിനക്ക്? അല്ല, ഇവിടെ ആരുമില്ലേ? എല്ലാവരും അവിടെ പോയി. അത് മുത്തശ്ശിക്ക് അടുത്തുള്ള അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അവിടെ പോയിരിക്കുമായിരുന്നു. അശോകേട്ടന് സുഖമാണോ? എനിക്ക് സുഖം. മുത്തശ്ശിക്ക് കാല് വയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറവുണ്ട്. അശോകേട്ടൻ വാ, ഇരിക്കേ. നമ്മൾ 3 ആൾ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് കാണാത്ത പോലെ അവളോട് മാത്രം സംസാരിക്കുന്ന ആ 11 ആരാ? ഇത് തന്നെ അവളെ അക്കുസേട്ടൻ. അതൊക്കെ പോട്ടെ, ഞാൻ വന്നപ്പോൾ സോഫയിൽ എന്തായിരുന്നു? അത് ഞാൻ വിടാൻ പോയപ്പോൾ ആളെ പിടിച്ചതാ. ശരി, ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആമി, ഈ ചാടക്കാരനാണോ നീ കല്യാണം കഴിക്കാൻ പോകുന്ന? നിന്റെ ജീവിതം ഗോവിന്ദ. ഇല്ല അമ്മേച്ചി, നന്നായിട്ട് സംസാരിക്കുന്നത്. ഇന്ന് എന്തു പറ്റിയെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതില്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ നിങ്ങളെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. എന്നാൽ ഞാൻ പോവുകയാണേ. മുത്തശ്ശി വന്നാൽ ഞാൻ പോയി രാത്രി വരാമെന്ന് പറഞ്ഞേക്ക്. അവന് ജാടയാണെങ്കിലും അവർ രണ്ടുപേരും കാണാൻ നല്ല മാച്ചുണ്ട്. ഓ, എന്തോ മാച്ച്. അവൾക്ക് അവനേക്കാളും നല്ലൊരു ചെക്കനെ കിട്ടും. ആര്? നീയോ? ആഹാ, ഞാനല്ല, എനിക്ക് അവളെക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടും. അശോക മോനെ, സുഖമാണോ നിനക്ക്? നീ വല്ലാണ്ട് മെലിഞ്ഞു പോയല്ലോ. എന്താ, ഒന്നും കഴിക്കലൊന്നും ഇല്ലേ കുട്ടി? നീ
എനിക്ക് സുഖം മുത്തശ്ശി. മുത്തശ്ശി എന്നെ കണ്ടിട്ട് ഒരുപാടായില്ലേ, അതുകൊണ്ട് തോന്നുന്നത്. അല്ല, സേതുമാമൻ ഇവിടെ ഇല്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛനോട് എന്തായിരിക്കും പറയാനുള്ളത്? ഇല്ല, വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം. ഞങ്ങളോടും കൂടെ പറയും. എന്താ? അല്ല, നമ്മുടെ നിശ്ചയം കഴിഞ്ഞിട്ട് 2 വർഷം ആവാൻ പോവില്ലേ? ഇനി വച്ച് താമസിപ്പിക്കണ്ട. ഞാനായിരുന്നില്ലേ സമയം തരാത്ത. നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ റെഡിയാ. ആഹാ, അപ്പോൾ ഞങ്ങൾക്കൊരു കല്യാണം കൂടാനുള്ള വകയുണ്ടല്ലോ. അതെ, അല്ല, ഗൗതത്തിനും ഇവിടെ ഒരു പെണ്ണെ നോക്കിയാലോ? അയ്യോ, എനിക്ക് ഇവിടുത്തെ പെമ്പിളൊന്നും ശരിയാവില്ല. ഇവിടെ ഉള്ളതിന് മുടിയിനേക്കാളും നീളം അതിൻ്റെ നാഗിന. ഓരോ നാഗവല്ലികളും കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ പറ്റും, എനിക്ക് പറ്റില്ല. നാഗവല്ലി നിന്റെ മറ്റവള്. കണ്ടില്ലേ, ഇതാണ് അവൻ്റെ തീരുമാനം. ഞങ്ങൾ പിന്നെ ഒരുപാട് ട്രൈ ചെയ്തു. ഇനിയിപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു. അവന് ഇഷ്ടമുള്ള പെൺകുട്ടി ഏതാ അത് അവൻ കല്യാണം കഴിച്ചോട്ടെ. അതാ നല്ലത്. പിള്ളേർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ നടത്തേണ്ടത്. അത് തന്നെയായിട്ടാ നല്ലത്. എനിക്ക് സന്തോഷമായി. ഇനി എൻ്റെ പേരമക്കളെ കല്യാണം കഴിഞ്ഞ് അവരുടെ ഓരോ കുട്ടികളെയും കൂടെ കണ്ടിട്ട് എനിക്ക് കണ്ണടച്ചാൽ മതി. അയ്യോ, ഗായത്രിക്ക് വിഷമായി കാണും. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഇനിയിപ്പോൾ കിടന്നു. സമയം എത്രയായെന്ന് വെച്ചിട്ടാ. ഇനി നാളെ സംസാരിക്കാം. അതാ, സമയം ഒരുപാട്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗായത്രി, വാ കിടക്കാം. ആടാ വരുന്നു. ഈശ്വര, അച്ഛൻ വന്നോടെ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം തീരുമാനിക്കും. ശരി അടുത്തി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കും. അച്ഛൻ ഇവളെന്താ കിടക്കാൻ പോകുന്നില്ലേ? ഇവിടെ എന്ത് സ്വപ്നം കാണുവാണോ? അല്ല, തമ്പുരാട്ടിക്ക് കിടക്കാൻ സമയമായില്ലേ? അതറിഞ്ഞിട്ട് ശിക്കാരി ശമ്പൂന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ശിക്കാരി ശമ്പുണ്ട്. എന്താ കറണ്ട് പോയത്? അതെ, കറണ്ട് വന്നു. സോറി, എനിക്കിരട്ട് പേടിയാ. ഈശ്വര, ഞാൻ എന്തായി കാണിച്ച? ഇപ്പം ഇവിടെ എന്താണ്ടായ? ഗൗതം, ഇറ്റ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്, അത്രയേ ഉള്ളൂ. ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട്? ഞാനിപ്പോൾ അവിടെ നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ആമി മോളെ, ഗൗതം ബാത്റൂമിലൊന്ന് വീണു. കാല് തറയിൽ കുത്താൻ പറ്റുന്നില്ല. ഒന്ന് വേഗം വാ. അയ്യോ, നോക്കാനാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ ഏട്ടാ. മോളെ നീ നോക്ക്, ആ കുട്ടിക്ക് നല്ല വേദനയുണ്ട്. അത് കരയുക. പെട്ടെന്നൊന്ന് വാ മോളെ, ഒന്ന് വേഗം വാ. അവന് വേദന സഹിക്കില്ല. അവൻ നന്നായിട്ട് കരയുന്നുണ്ട്. അയ്യോ, നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ വന്നത്? ഗൗരവേട്ടനെ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ? ഞാൻ വരില്ലായിരുന്നു. വാ പോവാം. ഗൗതം നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ? കരയല്ലേ? എടത്തി, എനിക്ക് കാല് താഴെ കുത്താൻ പറ്റുന്നില്ല. നല്ല വേദനയുണ്ട്. അയ്യേ, കുഞ്ഞുനാളി വീഴുമ്പോൾ കരയുന്ന പോലെ തന്നെ ഇപ്പോഴും. കാലിനി പൊട്ടൽ വല്ലതും കാണുമോ? എന്താടാ ഇത്? ജസ്റ്റ് ഒന്ന് വീണു, അത്രയേ ഉള്ളൂ. അതിനാണോ ഇങ്ങനെ പേടിക്കുന്നത്? നിൽക്ക്, ആമി നോക്കട്ടെ കാല്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. അവളെ നോക്കിയിട്ട് പറയും പൊട്ടലുണ്ടോ ഇല്ലയെന്ന്. മോളെ ഒന്ന് നോക്കിയേ. ആ മാവ, ഞാൻ നോക്കാം. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കോ. ഏട്ടത്തി, ആമി നോക്കിയിട്ട് പറയും പൊട്ടലുണ്ടോ ഇല്ലയെന്നും. ഏട്ടത്തി ഇങ്ങനെ പേടിക്കാതെ. പൊട്ടലൊന്നും കാണില്ലെന്നേ. അല്ല രാധേ, അവന് വേദന സഹിക്കില്ല. ഗൗരവനെ പോലെ അല്ല അവൻ. അതാ എനിക്ക്. ഗൗതം, തനിക്ക് കാലിൽ പൊട്ടലൊന്നുമില്ല. പക്ഷേ വീണ വീഴ്ചയിൽ ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്. അതാ ഈ വേദന. തൻ്റെ കയ്യിൽ പെയിൻ കില്ലർ വല്ലതും ഉണ്ടോ? ഞാനാണെങ്കിൽ അതൊന്നും കൊണ്ടുവന്നില്ല. എനിക്ക് നല്ല വേദനയുണ്ട്. 4 ദിവസം എണ്ണ ഇടണം. ഞാൻ തനിക്ക് ഒരു മരുന്നുണ്ടാക്കി കൊണ്ടുവരാം. പെയിൻ കില്ലറൊന്നും ഇവിടെ വാങ്ങാൻ കിട്ടില്ല. തനക്ക് വെയിറ്റ് ചെയ്യും. മരുന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാം. എനിക്ക് നല്ല വേദനയുണ്ട്. ഒരു 5 മിനിറ്റ് ഞാനിതുണ്ടാക്കി കൊണ്ടുവരാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ കാല് നല്ല വേദനയുണ്ട്, അത്രയേ ഉള്ളൂ. അതൊന്ന് പെട്ടെന്ന് മാറ്റി തന്നാൽ മതി. ശരി, ഞാൻ ടെൻഷൻ അടിക്കണ്ട. ഞാൻ മരുന്ന് അടിച്ചിട്ട് വരാം. ആൻറ്റി പേടിക്കണ്ട, പൊട്ടലൊന്നുമില്ല. ചെറിയൊരു ചതവുണ്ട്. അതാ ഈ വേദന.
പിന്നെ 4 ദിവസം എണ്ണ ഇടണം. എണ്ണ ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നെ 4 ദിവസം മരുന്ന് നിർബന്ധമായിട്ടും കുടിക്കണം. ഞാൻ പറഞ്ഞതില്ലേ, ഒന്നുമില്ല ഏട്ടത്തി. വീണപ്പോൾ അവൻ ഇത്തിരി കൊണ്ടു, അത് നല്ല വേദന ഉണ്ടായ. വല്യമ്മ വിഷമിക്കണ്ട, ആമിയല്ലേ നോക്കിയോ. മരുന്നൊക്കെ ഇടുമ്പോൾ അവൻ റെഡിയോ. ഈ കരച്ചിലൊന്ന് നിർത്ത്. എന്നോട് മരുന്ന് വിടാൻ പറഞ്ഞിട്ട് ഇയാൾ ഉറങ്ങിയോ? വേദനയുണ്ട, പാവം. വിളിച്ച് മരുന്ന് കൊടുത്താലോ? ഉറങ്ങുന്ന കാണുമ്പോൾ ആരെങ്കിലും പറയോ ഈ ശിക്കാരി ശംഭു വായാടിയാണെന്ന്? ഗൗതം മരുന്ന് കുടിക്കണ്ടേ? ഈശ്വരാ, ഗൗതം. ഞാൻ തനിക്ക് മരുന്ന് കൊണ്ടുവന്നത് താൻ എന്തായി കാണിക്കുന്നത്? ആരെങ്കിലും വന്ന് കണ്ട തെറ്റിദ്ധരിക്കും. ഒന്ന് മാറുമോ? സോറി, ഞാൻ ഉറങ്ങിക്കിടക്കായിരുന്നു. പെട്ടെന്ന് ആരോ വന്ന് അതാ. സാരമില്ല, മരുന്ന് കുടിക്കും. തൻ്റെ കൈയൊക്കെ നല്ല ചൂടുണ്ടല്ലോ, പനിയുണ്ടോ? എഴുന്നേക്ക്, മരുന്ന് കുടിക്കുക. ഇത് കുടിച്ചിട്ട് ഒന്ന് ഉറങ്ങി എനിക്കിപ്പോൾ ശരിയാവും. ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്യും. എനിക്ക് വല്ലാണ്ട് തണുക്കുന്നുണ്ട്, പറ്റുന്നില്ല. ഞാൻ ഓഫ് ചെയ്യാം. താൻ ആ ഡ്രസ്സിൻ്റെ ബട്ടൺസൊക്കെ ഒന്ന് പൊട്ടിക്കോ. നന്നായിട്ട് തണുക്കുന്നുണ്ടെങ്കിൽ. കഥം നിനക്ക് ഇയാള് ഉറങ്ങിയോ? കഥം മരുന്ന് എന്തായാലും ഗായത്രി ചേച്ചി മരുന്ന് കൊടുക്കാൻ നേരത്ത് അയാൾ ഉറങ്ങി എൻ്റെ തോളി വീണു. ഒന്ന് പിടിക്കോ, ഒന്ന് നേരെ കിടത്താൻ വേണ്ടിയിട്ട്. ഓ, അതായിരുന്നു, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഗായത്രി ചേച്ചി, സോറി, ഞാൻ പഠിക്കാം. അയാൾ ഉറങ്ങിക്കോട്ടെ. എണീക്കുമ്പോൾ ഈ മരുന്നിന് വീണ്ടും കൊടുത്താൽ മതി. എന്നാൽ ഞാൻ പോട്ടെ. ശരി, ഞാൻ കൊടുത്തോളാം. ആമി, സേതു പോയിട്ട് കുറേ ദിവസമായല്ലോ കുഞ്ഞെ. ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ. അതെന്നെ മുത്തശ്ശി, ഞാൻ ഇവിടെയുള്ള കാര്യം അച്ഛൻ മറന്നു എന്നാ തോന്നുന്നത്. എത്ര ദിവസമായി പോയിട്ട് ഒരു വിവരവും ഇല്ല. ഇനി വരുമ്പോൾ ഇങ്ങനെ വിടരുത്. കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ പറയണം. എന്തിനാ ഇങ്ങനെ ഓടി ഓടി? എനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? അതവളുടെ മുഖത്ത് കാണാനുണ്ടല്ലോ അമ്മേ, അച്ഛനില്ലാത്ത വിഷമം. സാരമില്ല, ഇപ്രാവശ്യം വരുമ്പോൾ നമ്മളൊക്കെ പറയാം കുറച്ച് ദിവസം നിന്റെ അടുത്ത് നിൽക്കാൻ. ആരൊക്കെ പറഞ്ഞാലും ആരെങ്കിലും വിളിച്ച് വൈദ്യരെ ഒന്ന് വരുമോയെന്ന് വിളിച്ചാൽ അച്ഛൻ പോവും, അത് ഉറപ്പാ. ആമിക്ക് ഈ കാര്യത്തിൽ അച്ഛനോട് ദേഷ്യമുണ്ടല്ലേ? ദേഷ്യോ? ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇവളതിൻ്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കല പതിവ്. അത് പിന്നെ അച്ഛനോട് ഇഷ്ടം കൂടുതലായതുകൊണ്ടല്ലേ അല്ലേ മോളെ? ഈ സമയത്ത് ആരാ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഏട്ടാ, ഞാൻ പഠിക്കാം, പതുക്കെ. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നീ ഒന്ന് സമാധാനപ്പെടും. അച്ഛനോ? ഇപ്പൊ അച്ഛനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും എത്തി. പിന്നല്ല, നീ വിചാരിച്ച ഞാൻ വരാതിരിക്കോ? ഡാ സേതു, നിനക്ക് സുഖമാണോ? കുറേ ആയില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഫാമിലി ആയിട്ടാണോ വന്നത്? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വന്നിട്ട് 1-2 ദിവസമായി, നിന്നെ കാണാൻ കിട്ടണ്ടേ? പിന്നെ നിന്റെ തിരക്കിനെ പറ്റി അമ്മയും മോളും പറഞ്ഞപ്പോൾ മനസ്സിലായി. അതൊന്നുമില്ലടാ, ആരെങ്കിലും വന്ന് വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റുമോ? എന്നാ ഇനി കുറച്ച് ദിവസം നീ വീട്ടിൽ തന്നെ വേണം, എങ്ങോട്ടും പോകുന്നില്ല. അമ്മായി ചൂടിലാണല്ലോ. നമുക്കറിയോ, ഇപ്പോൾ ഏട്ടനെ 2-3 പേര് ചേർന്നാ കൊണ്ടുവിട്ടത്. ഇന്നലെ നെഞ്ചുവേനെടുത്ത് തലയിറങ്ങി വീണു. ചികിത്സിച്ചപ്പോഴാണ് മനസ്സിലായത് അറ്റാക്കിൻ്റെ ആരംഭമെന്ന്. എന്നിട്ട് ഏട്ടൻ ഒന്നും നടക്കാത്ത പോലെ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന. എന്താ ഇത്? അറ്റാക്കോ? അച്ഛനോ? എന്താ അച്ഛാ ഇത്? എന്നിട്ട് ഒന്നും പറയാതെ മറച്ചു വെക്കുമായിരുന്നു. ഞങ്ങളോട് പറയണ്ടേ ഇതൊക്കെ? അവിടെ വെച്ച് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച ഞാൻ എങ്ങനെ അറിയും? എല്ലാം ഒരു തമാശ. എൻ്റെ പൊന്നു കുഞ്ഞെ, എനിക്കൊന്നുമില്ല. അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് നെഞ്ചുവേനെടുത്തു, തലയൊന്നും കറങ്ങി വീണില്ല. അപ്പോഴേക്കും അവരൊരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അച്ഛൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ആരെ ഉണ്ടാവുക? അല്ല, ആമീതിനെ കരയുന്ന സേതുമാമൻ വന്നോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, അവൻ 2 ദിവസം മുന്നേ വന്നു ഏട്ടാ.
എൻ്റെ സേതു, വയ്യെങ്കിൽ നിനക്ക് വീട്ടിൽ നിന്നൂടെ? എന്തിനാ ഇങ്ങനെ പരക്കം പാഞ്ഞ് എല്ലായിടത്തും ഓടുന്നേ? ഞാൻ പറഞ്ഞില്ലേ അമ്മായി, എനിക്ക് ഒരു കുഴപ്പമില്ല. കാശി, പിള്ളേരുടെ നിശ്ചയം കഴിഞ്ഞിട്ട് 2 കൊല്ലം ആവാൻ പോകുന്നില്ലേ? നമുക്ക് ആ കല്യാണം അങ്ങ് നടത്തിയാലോ? എനിക്ക് എന്തോ കല്യാണം കാണാനൊരു ആഗ്രഹം. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന പോലെ ആയല്ലോ. അത് തന്നെ ഞങ്ങളിവിടെ തീരുമാനിച്ച്. സേതുവേട്ടനും അതേ താല്പര്യം തന്നെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ കണിയാനെ കണ്ട് ഡേറ്റ് നോക്കാം. എന്നാ നാളെ തന്നെ ഞാനും കാശിയും വിശ്വനും കൂടെ പോയി ഒന്ന് ജാതകമൊക്കെ കൊടുത്ത് നോക്കിയിട്ട് വരാം. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കാര്യം അങ്ങ് നടത്താം. അല്ല, ഫുൾ ഫാമിലിയായിട്ട് വട്ടമേശ സമ്മേളനമാണല്ലോ. എന്താണ് മാറ്റർ? കാര്യം ആമിയുടെയും അശോകൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്താനാണ് ഇവിടെയുള്ളവരുടെ തീരുമാനം. എന്നാ ഏട്ടൻ പറഞ്ഞ പോലെ നാളെ നമുക്ക് പോയി കണിയനെ കണ്ട് ജാതകമൊക്കെ നോക്കി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. അത് തന്നെ. ഇനി ഇതങ്ങ് വച്ച് താമസിപ്പിക്കണ്ടെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ. ഗൗതം, നീ എങ്ങോട്ടാ ഈ തിരക്ക് പിടിച്ചോടുന്നേ? എന്താണെന്നറിയില്ല, കുറച്ച് നേരം നടന്നുകൊണ്ടാണോ എന്തോ കാലിന് വല്ലാത്തൊരു വേദന. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഇവൻ്റെ കാലുവേദന ഇതുവരെ മാറിയില്ലേ? അത് ഇന്ന് പതിവിലും കൂടുതൽ അവൻ നടന്നു, അതിൻ്റെതായിരിക്കും. അമ്മ ടെൻഷൻ അടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. മോളെ ആമി, ആ കാലൊന്നുകൂടെ നോക്കോ? ആ നീരൊക്കെ മാറിയോ? ഞാൻ ഇപ്പോഴും എണ്ണയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇടണോ? ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണോ? ഒന്നൊക്കെ ഒന്ന് നോക്കി പറയൂ ആൻറ്റി അടുത്ത്. ഓ, അതിനെന്താ, ഞാൻ നോക്കിയിട്ട് പറയാം ആൻറ്റി. ഗൗതം, തനിക്ക് കാലുവേദന കുറവില്ലേ? ആൻറ്റി പറഞ്ഞു ഒന്ന് നോക്കാൻ. മരുന്ന് കഴിക്കുന്നില്ലേ? എനിക്ക് കുറവുണ്ട്, നടന്നതിൻ്റെയാവും. പിന്നെ ഈ മരുന്ന് ഇനിയും കണ്ടിന്യൂ ചെയ്യണോ? എനിക്ക് ഇപ്പോൾ പ്രശ്നമില്ല, എണ്ണ ഇടുന്നുണ്ട്. ശരി, കാലുവേദന കുറവുണ്ടെങ്കിൽ മതിയാക്കാം. ശരിക്കും ഈ മരുന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വല്ലാത്ത ചവർപ്പും ഒരു സ്മെല്ലും എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ എന്നെ ഇവിടെ നിർത്തി താഴെ അറിയാം. തൽക്കാലം ഇയാളോട് പറയണ്ട. അത് ആയുർവേദത്തിലെ കുറച്ച് പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാ. കാലുവേദന കുറവുണ്ടെങ്കിൽ ഇനി ഇത് കഴിക്കണ്ട. എനിക്ക് കുറവുണ്ട്, ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. പിന്നെ കൺഗ്രാറ്റുലേഷൻ, തൻ്റെ കല്യാണം എടുക്കാറായില്ലേ? താങ്ക് യു. ശരി, എന്നാൽ ഞാൻ പോട്ടെ. അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. ആഹാ, ഇന്നും മണിക്കുട്ടൻ വിത്ത് ഫാമിലീസ് ഉണ്ടല്ലോ ഇവിടെ. അല്ല, ഇതാരും പിന്നെയും ഗ്ലാസ്സൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും പന്തെടുത്തറിയാൻ ഉദ്ദേശമുണ്ടോ? ഞാൻ ഈ ഗ്ലാസ് വച്ചിരിക്കുന്നതിൻ്റെ കണ്ണിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, സൺലൈറ്റിന്, അല്ലാതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ആക്ച്വലി ഞാൻ വെറുതെ പറഞ്ഞതാ. കണ്ണാടിയോ എന്ത് വേണോ വെച്ചോ. പിന്നെ ശിക്കാരി ശംഭു എന്നൊക്കെ വിളിക്കുന്നത് വെറുതെ ഒരു തമാശയ്ക്ക്, താൻ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓ, അത് തമാശയായിരുന്നല്ലേ? പക്ഷേ ഞാൻ നിന്നെ നാഗവല്ലി എന്ന് വിളിക്കുന്നത് കാര്യമായിട്ട് തന്നെയാണ്. കാല് ശരിയാവേണ്ട താമസം. ഇറങ്ങിയല്ലോ അടി ഉണ്ടാക്കാൻ വേണ്ടി. ആക്ച്വലി അന്ന് അടിയുണ്ടാവേണ്ട മെയിൻ കാര്യം ഇതിനെ മുറ്റത്ത് കെട്ടിയതുകൊണ്ടാണ്. എനിക്ക് ഇങ്ങനെ മുറ്റത്തൊന്നും കിട്ടുന്ന ഇഷ്ടമല്ല. ഇതിൻ്റെ വേസ്റ്റും യൂറിനും ഒക്കെ വല്ലാത്ത സ്മെല്ല്, അതൊക്കെ എനിക്ക് വലിയ അലർജിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. ഈശ്വര, അതിൻ്റെ യൂറിൻ വെച്ചാണ് മരുന്നുണ്ടാക്കി കൊടുത്തതെന്നറിഞ്ഞാൽ ഇയാളെന്നെ കൊല്ലുമല്ലോ. എന്നെ മുത്തശ്ശി വിളിക്കുന്നു തോന്നുന്നു. ഞാൻ അങ്ങോട്ട് പോവാം. പിന്നെ മണിക്കൂട്ടിൻ്റെ കയറൊന്നും അടിച്ച് ഇട്ടേക്കരുത്. അയ്യോ, അല്ല, ഇതെന്താ ഇവിടെ നടക്കുന്നത്? അത് ഞാൻ വീഴാൻ പോയപ്പോൾ ഇയാളെ പിടിച്ചതാ. ഗായത്രി ചേച്ചി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തൊഴുത്തിലോ വല്ലയിടത്തും കെട്ടിയിടണം, അല്ലാതെ മുറ്റത്തൊക്കെ ഇട്ടാൽ ഇതുപോലെ നടുവും തല്ലി താഴെ കിടക്കാം. ഞാനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്, അല്ല പിന്നെ. താൻ പറയുന്നത് ശരിയാ, തൊഴുത്തിൽ കേട്ടാം. പക്ഷെ ഇതൊന്നും അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഇതൊക്കെ തന്നെ മെഡിസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയ മെഡിസിൻ ഞാനാണെങ്കിൽ തൊട്ട് നോക്കില്ല. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇതിൻ്റെയൊക്കെ യൂറിനും വേസ്റ്റും ഒക്കെ, അയ്യോ, അതിനും ഭേദം മരിക്കുന്നതാ. അതൊക്കെ തന്നെയാണോ താൻ 4 ദിവസം കുടിച്ചത്? അല്ല പിന്നെ അഹങ്കാരം കണ്ടില്ലേ? ഇതൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ. ഇയാൾ ആരാ? അവിടെ നോക്കി നിന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ പോവുക. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് വേണം നിന്നോട് വഴക്കിട്ടിട്ട് മുത്തശ്ശി വന്ന് എന്നെ വഴക്ക് പറയാം. ഞാനില്ലേ, നമ്മൾ പോവാ. ഈ ചെക്കൻ്റെ ഒരു കാര്യം ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം. ആമി, നീ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. അവൻ അങ്ങനെയാ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും
അവൻ ശരിക്കും പാവാട്ടോ. അതെ അതെ, പഞ്ചപാവം എനിക്ക് തോന്നി. സേതു, കണിയനെ കണ്ടായിരുന്നോ? എന്നത്തേക്കാ ഡേറ്റ് കുറിച്ച് തന്നത്? ആ അമ്മായി കണ്ടു. അടുത്ത ആഴ്ചയില്ല, ഇനിയധികം ദിവസമില്ല. അടുത്ത ആഴ്ചയോ? അപ്പോൾ അതിനുള്ളിൽ എല്ലാം ചെയ്യണ്ടേ? ഞങ്ങൾ എന്നെയാ പറഞ്ഞത് ഏറ്റവും അടുത്ത മുഹൂർത്തം മതിയെന്ന്. എന്തിനാ വെറുതെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന? അതുകൊണ്ടാ. അതല്ലേ നല്ലത്. അതാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുകയും ചെയ്യാം. ഇനി അടുത്ത മാസം എങ്ങനെയാണ് വെക്കുന്നെങ്കിൽ ഞങ്ങൾ ഈ മാസം തന്നെ പോവില്ലേ? അതേതായാലും നന്നായി, നമുക്കും കല്യാണം കാണാലോ. എനിക്ക് വലിയ ആഗ്രഹം. പിന്നെ ആമിമോൾ എന്താ വിഷമിച്ചിരിക്കുന്നത്? വിഷമോ? എനിക്കോ? അങ്ങനെയൊന്നുമില്ല ആൻറ്റി, നിങ്ങളൊക്കെ സംസാരിക്കുന്ന കേട്ടോണ്ടിരിക്കുമായിരുന്നു. പുറത്ത് നല്ല അസലും മഴയാണല്ലോ. ഏട്ടൻ്റെ അടുത്ത് പോയി സംസാരിക്കാം, അപ്പോൾ സമയം പോകുന്ന അറിയില്ല. ഗൗരവേട്ട, എനിക്ക് തോന്നുന്നു നമ്മുടെ ആമിക്ക് ഈ കല്യാണത്തിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന്. അവളുടെ ഒരു ബിഹേവിയറൊക്കെ അങ്ങനെയാണ്. ഏയ്, അത് നിനക്ക് തോന്നുന്നതായിരിക്കും. അവർ നല്ല മാച്ചല്ലേ? എനിക്ക് നന്നായിട്ടാണ് തോന്നിയ. പക്ഷേ അവരെക്കാളും മാച്ച് നമ്മുടെ ഗൗതമും ആമിയും അല്ലേ? എനിക്കങ്ങനെയാ തോന്നിയ. അവർ കൊള്ളാം. നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്ന? ഗൗതമും ആമിയുമോ? രണ്ടുപേരും കാണാനൊക്കെ നല്ല ചേർച്ചയുണ്ടെങ്കിലും സ്വഭാവം രണ്ടും രണ്ടറ്റത്താണ്. നമ്മുടെ ഗൗതമിന് കുറച്ചുകൂടെ ഉഷിരുള്ള പെൺകുട്ടിയാണ് വേണ്ടത്. ആമി അവളൊരു പാവം കുട്ടിയല്ലേ, അവൾക്ക് നമ്മുടെ ഗൗതമ പറ്റില്ല. ആര് പറഞ്ഞു ആമി പാവമാണെന്ന്? പാവമൊക്കെ തന്നെയാ, പക്ഷേ ഗൗതമിനെ മരിക്കാനുള്ള പരിപാടിയൊക്കെ അവളടുത്തുണ്ട്. അല്ലെങ്കിൽ ഗോമൂത്രം കുടിപ്പിക്കുമോ? അതിന് ഗൗതം എപ്പോഴാണ് ഗോമൂത്രം കുടിച്ച്? എനിക്ക് മനസ്സിലായില്ല. ഈ കഴിഞ്ഞ 4 ദിവസവും അവള് മരുന്ന് ഗോമൂത്രത്തില്ല കലക്കി കൊടുക്കുന്ന. അത് അവനറിയില്ല. ഓ, അപ്പോൾ നീ എൻ്റെ അടുത്ത് റിവഞ്ച് ചെയ്യുമായിരുന്നല്ലേ? ആഹാ, നല്ല മഴയാണല്ലോ. കല്യാണത്തിനും മഴ ഉണ്ടാവുമോ എന്തോ. അച്ഛനാണെങ്കിൽ കല്യാണം വിളിക്കാനും പോയി. ഞാനിവിടെ ഒറ്റയ്ക്ക് പോയി. വല്ലാണ്ട് ബോറടിക്കുന്നു. മഴയല്ലേ, റൂമിനകത്ത് പോയിരിക്കാം. എൻ്റെ കൂടെ ചിരിച്ചു നിന്നിട്ട് എനിക്കിട്ട് താങ്ങുമായിരുന്നല്ലേ? ശരിയാക്കി തരാം ഞാൻ. മഴ കൂടുകയാണല്ലോ, നല്ല മിന്നലും ഉണ്ടല്ലോ. എന്ത് പറ്റി? നീ ഇതിനകത്ത് വന്ന് ഒളിച്ചിരിക്കുവാണോ? അങ്ങോട്ട് വാ. ഗൗതം, താനെന്താ ഈ സമയത്ത് ഇവിടെ? അച്ഛൻ പുറത്ത് പോയിരിക്കുക. താൻ പോയിട്ട് നാളെ വാ. നീ ഈ കഴിഞ്ഞ 4 ദിവസം എനിക്ക് തന്ന മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയത് പറയാൻ. എല്ലാം അറിഞ്ഞിട്ട് വന്നതാണോ? ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്കിഷ്ടമില്ലാന്ന് അറിഞ്ഞിട്ടും അത് തന്നെ എന്നെ നീ കുടിപ്പിച്ചു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതൊരു മെഡിസിനായിട്ട് കണ്ടാൽ പോരെ? നീ ഇനി ഒന്നും പറയണ്ട. മണിക്കുട്ടനെ വേദനിപ്പിച്ചതിന് നീ എനിക്ക് തന്ന പ്രതികാരമായിരിക്കും. അങ്ങനെയൊന്നുമല്ല. തന്നോടിപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല. താൻ പോയിട്ട് വാ, നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ എങ്ങും പോകുന്നില്ലടി, നിൽക്കവിടെ. ഇവിടെ ഗൗതം, 4 ദിവസം കഴിഞ്ഞ് എൻ്റെ കല്യാണം. എന്ത് ധൈര്യത്തിലാണ് നിങ്ങളിതെന്നോട് ചെയ്തത്? നിങ്ങളെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല. ഛേ, നിങ്ങളോട് കൂട്ടുകൂടിയതിന് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഞാൻ നിങ്ങൾക്ക് വിഷമൊന്നും കലക്കി തന്നില്ല. ഇവിടെയുള്ളവരൊക്കെ ഇങ്ങനെ തന്നെ മെഡിസിൻ കഴിക്കുന്നത്. അതത്ര മോശമുള്ളതൊന്നുമല്ല. നിങ്ങളുടെ ഇംഗ്ലീഷ് മരുന്നിലും ഇതൊക്കെ തന്നെ ട്രൈ ചെയ്ത് തരുന്നത്. നിങ്ങളൊരു ഡോക്ടറല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നുള്ളതല്ലേ? എൻ്റെ കണ്ണുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ ഞാൻ ആളെ വിളിച്ച് കൂട്ടും. ആമി, നിന്റെ കല്യാണത്തിലുള്ള എല്ലാ ചടങ്ങും ഇവിടെ വെച്ച് തന്നെ ചെയ്യണമെന്ന് അമ്മയുടെ ഓർഡർ. അതേ മോളെ, ഇവിടെയാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇല്ലേ? മാത്രമല്ല, ഞാനിതൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷമായി. കാണാനൊരു കൊതിയുണ്ട്. അമ്മ കണ്ടിട്ടെങ്കിലുണ്ട്. ഞാൻ അതുപോലും ഇല്ല. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എന്താ എങ്ങനെയാന്നൊക്കെ അറിയാനായിട്ട്. അല്ല, ഇവന്മാരിവിടെ എന്താ ചെയ്യുന്നത്? ഇത് പെൺകുട്ടികൾക്കുള്ളതാ. ആഹാ, 3 കുറുമ്പന്മാരും ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്താ ഇവിടെ കാര്യം? ഞങ്ങൾക്ക് കാണണം മുത്തശ്ശി, ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. എൻ്റെ പൊന്നു ഗൗരവേ, ഇതൊക്കെ പെൺകുട്ടികൾക്ക് മാത്രം കാണാനും കേൾക്കാനുള്ളതൊക്കെ. നിങ്ങൾ അവിടെ പോയിരിക്കും. നിങ്ങൾക്ക് കാണാനുള്ളത് ഞങ്ങൾ കാണിച്ചു തന്നോളാം. അല്ല പിന്നെ 3 പെട്ടെന്ന് സ്ഥലം കാലിയാക്ക്. ഞാൻ കല്യാണ ചെക്കനല്ലേ, എനിക്ക് കണ്ടൂടെ? ശരി, ഇത്തവണത്തേക്ക് കുഴപ്പമില്ല. വാടാ മക്കളെ, നമുക്ക് പോവാം.
അവർ മൂന്നാളും പോയി. ഇനി നമുക്ക് തുടങ്ങാം. అందలింద గొల్లేదల అరచేతి మాణిక్యము పంతమాడే కంసుని పాలివజ్రము అందలింద గొల్లేదల అరచేతి మాణిక్యము పంతమాడే కంసుని పాలివజ్రము కాంతుల నూడు లోకాల గరుడ పచ్చ పూస కాంతుల నూడు లోకాల గరుడ పచ్చ పూస చింతల మాలోనున్న చిన్ని కృష్ణుడు చింతల మాలో നാളെ കല്യാണം കൂടെ കഴിയുമ്പോഴേ ഒരു സമാധാനവും അതുവരെ ഒരു ടെൻഷനാണ് മനസ്സിൽ. നീ എന്തിനാ ചെയ്തു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ല നിന്റെ കൂടെ. വിശ്വേട്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടെൻഷൻ സേതുവേട്ടൻ്റെ കൂടെ പറപ്പാ. ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു അമ്മയെ കാണാനും. ശരിയാ, ഇന്ന് നല്ല രസമുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഗൗതമം ഇവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതെങ്കിൽ ഇതുപോലത്തെ ചടങ്ങൊക്കെ നമുക്ക് എടുക്കായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ? സമയം പോകുന്ന അറിയുന്നില്ല. എത്രയായെന്ന വിചാരം? നാളെ കല്യാണത്തിന് എല്ലാവരും ഉറക്കം നോക്കി നിൽക്കാനാണോ? പോയി കിടന്ന് ഉറങ്ങും പിള്ളേരെ. മുത്തശ്ശി പറഞ്ഞ ശരിയാ, സമയം ഒരുപാടായി. എല്ലാവർക്കും ഉറങ്ങാം. എന്നാ നാളെ കല്യാണത്തിന് കാണാം. ഗുഡ് നൈറ്റ്. ഞാൻ ആദ്യം തൊട്ടേ ആമിയോട് കുറച്ച് ബാഡായിട്ടാണ് ബിഹേവ് ചെയ്ത്. ഇപ്പോൾ തോന്നുന്നു അതൊന്നും വേണ്ടായിരുന്നു എന്ന്. എന്തോ മനസ്സിൽ. നാളെ എൻ്റെ കല്യാണം. പക്ഷേ എനിക്ക് അതിനോട് ഒരു സന്തോഷമില്ല. അതെന്തുകൊണ്ടായിരിക്കും? നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ, വേളി നിലാവായി പെയ്തുണരാം ഞാൻ. അതെ, മുഹൂർത്തത്തിന് സമയമായി. കുട്ടികളെ വിളിച്ചിരുത്ത് കെട്ട് നടത്തണ്ടേ? അന്നഗ്രഹാരരാത്രിയിൽ തേരുവന്നപ്പോ കരതാരിൽ നമ്മൾ മൺചിരാതും കൊണ്ടു നടന്നില്ലേ തിരിയൂതി. സ്റ്റോപ്പ് ഇറ്റ്. ആരാ അത്? ആ, ഈ കല്യാണം നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടി ഏതാ? എന്താ ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ? മോക്ക് എന്താ വേണ്ടത്? എനിക്കെൻ്റെ ഭർത്താവിനെ വേണം. കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ ഒത്തിരി ദൂരം നിന്ന് ഇങ്ങോട്ട് വന്നത്. അയാളെ കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. കുട്ടി ഏതാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരെയാ അന്വേഷിച്ച് വന്ന? അല്ല, ഇവിടെയാണോ കുട്ടിയുടെ ഭർത്താവ്? ആരാ ആള്? ഖദർ മണ്ഡപത്തില് വധുവിൻ്റെ അടുത്തിരിക്കുന്ന ആളാ എൻ്റെ ഭർത്താവ് അശോക് കാശ്നാഥ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസം, ബാംഗ്ലൂരിൽ. മോളിത് എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങളുടെ കുട്ടിയെക്കുറിച്ചാണോ? മോക്ക് ആള് മാറിയിട്ടുണ്ടാവും. ഇവൻ അങ്ങനെ ഒരാളല്ല. അല്ല മുത്തശ്ശി, ഇയാൾ എന്നെയാ. ഇയാളോട് ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞൊക്കെ സത്യമാണോ അല്ലേന്ന്. നിന്റെ വായിലെന്താ പൂച്ച പറ്റിട്ടിരിക്കുകയാണോ? ഈ കുട്ടി പറയുന്നതൊക്കെ സത്യമാണോന്ന് നിന്നോടാ ഞാൻ ഈ ചോദിക്കുന്നത്. കാശിയേട്ട, എന്താ ഇത്? ആൾക്കാർ ശ്രദ്ധിക്കുന്നു. മോനെ, ഇവള് പറയുന്നതൊക്കെ സത്യമാണോ? കാശി, രാധെ, നിങ്ങളൊന്ന് സമാധാനപ്പെട്. അവൻ എന്താന്നുള്ളത് ആദ്യം പറയട്ടെ. മോനെ അശോക്, സേതു മാമനോട് സത്യം പറ. ഈ കുട്ടി പറയുന്നതൊക്കെ സത്യമാണോ? നിങ്ങൾ 4 വർഷം മുമ്പ് കല്യാണം കഴിച്ചതാണോ? എന്താണെങ്കിലും സത്യം പറ മോനെ. സേതു മാമ, അച്ഛ, അമ്മ, അവൾ പറഞ്ഞൊക്കെ സത്യമായിരുന്നു. ഈ കുട്ടിയെ കല്യാണം കഴിച്ചെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത്? ഞങ്ങളോട് നിനക്ക് പറയായിരുന്നില്ലേ? എന്തിനാ നിങ്ങൾ രഹസ്യമായിട്ട് കല്യാണം കഴിച്ച? ഞങ്ങൾ എന്താ നിന്റെ ഇഷ്ടത്തിനെതിരാണോ? എന്താടാ ഇത്? നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളെ ഇങ്ങനെ നാണം കെടുത്താനാണോ? നിനക്ക് ആരുടെങ്കിലും ഇഷ്ടമാണെങ്കിൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ നിനക്ക് തന്നിട്ടില്ലേ? പിന്നെ എന്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. അവര് ഇവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതിന്റെ പേരിൽ എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാ. കൂട്ടുകാർ വഴിയാ ഞാൻ അറിയുന്ന വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു. അച്ഛാ, ഇവര് പറയുന്ന സത്യമാണെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. അവരുടെ കല്യാണം തന്നെ അങ്ങ് നടത്തി കൊടുത്തേക്ക്. മോളെ,
അച്ഛനോട് ക്ഷമിക്ക്. നീ പലതവണ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനാ നിന്നെ നിർബന്ധിപ്പിച്ച്. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്താ ചെയ്ത് ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തും? ഇത് ഇപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യം. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആ കുട്ടിയുടെ കണ്ണീരിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഇത്രയും പേരെ വിളിച്ച് അതിനിവിടെ വേഷം കെട്ടി ഇരുത്തണമായിരുന്നോ നിനക്ക്? എല്ലാവരുടെ മുമ്പിലും ആ കുട്ടിയെ കെട്ടിയൊരുക്കി ഇരുത്തണ്ടായിരുന്നു മോനെ. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞങ്ങൾ തന്നിട്ടില്ലേ? ഇനി അവളുടെ കണ്ണീരിന് ആര് സമാധാനം പറയും? മുത്തശ്ശി, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വിഷമവുമില്ല. അവരാണ് സ്നേഹിക്കുന്നെങ്കിൽ അവർ തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തേക്ക്. നിങ്ങൾക്ക് ആർക്കും ഒരു വിരോധമില്ലെങ്കിൽ ഈ കുട്ടിയെ എൻ്റെ മോന് വേണ്ടി ഞാൻ എടുത്തോട്ടെ. ഞങ്ങൾ നോക്കിക്കോളാം പൊന്നുപോലെ. ഈശ്വര, അമ്മ. വേണ്ട ആൻറ്റി, സഹതാപം കൊണ്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് സത്യമായിട്ടൊരു കുഴപ്പമില്ല. സഹതാപം കൊണ്ടൊന്നുമല്ല, നിന്നെ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. എൻ്റെ ഗൗതമിന് ഞാൻ നിന്നെ ഒരുപാട് ആശ്രിത. അപ്പോഴാണ് നിന്റെ എൻഗേജ്മെന്റ് കഴിയുമെന്ന് അറിഞ്ഞ. കുട്ടികൾക്ക് തമ്മിൽ സമ്മതമാണെങ്കിൽ ഇവിടെ വെച്ച് എനിക്ക് കല്യാണം നടത്താം. സേതുവേട്ടന് എന്താ പറയാനുള്ള? ഇല്ല കാശി, ഞാൻ ഇനി ഒന്നും തീരുമാനിക്കുന്നില്ല. എല്ലാം എൻ്റെ മൂക്ക് വിട്ടുകൊടുത്തേക്ക്. അവളുടെ ഇഷ്ടത്തിന് മതി. ആമി മോളെ, ഗൗതം, നിനക്ക് തമ്മിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. അതിന് മുന്നേ എനിക്ക് ആമിയോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞ് പറയാം. ശരി, കുട്ടികൾ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനം എടുക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. മോളെ, അവരുടെ അടുത്ത് പോയി സംസാരിക്കും. എന്നിട്ട് തീരുമാനം എന്താണെന്നുള്ളത് പറ. അച്ഛാ, ഇത്ര പെട്ടെന്നൊന്നും വേണ്ട. ഇല്ല മോളെ, മൂക്ക് ഇഷ്ടമില്ലാത്തൊന്നും നടത്തില്ല. ആ മോന് എന്ത് സംസാരിക്കാനുള്ളതെന്ന് കേട്ടിട്ട് വാ. അത് കഴിഞ്ഞ് നിന്റെ സ്വന്തം താല്പര്യപ്രകാരം മാത്രമേ എന്തും ചെയ്യൂ. അവർ പോയി സംസാരിച്ചിട്ട് വരട്ടെ. പിന്നെ ഇവരുടെ കാര്യം, ഇന്ന് തന്നെ കാശിയും രാധയും ഇവരുടെ കൂടെ പോകണം. ബാംഗ്ലൂരിൽ എവിടെയാന്ന് വെച്ചാൽ അവളുടെ വീട്ടിൽ പോയി സംസാരിക്കണം. എന്നിട്ട് കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അമ്മ, ആമി മോളെ കല്യാണം കണ്ടിട്ട് ഞാൻ പോയാൽ പോരെ? അവളുടെ കല്യാണം അതിനിവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. നീ ആദ്യം നിന്റെ മോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. എന്നിട്ട് മതി ബാക്കിയൊക്കെ. ഇപ്പം തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ചെല്ലണം. അവർ ചോദിച്ചതിന് നിൻ്റെ മറുപടി എന്താ? എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഇതവിടെ വെച്ച് ചോദിച്ചാൽ പോരെ? എനിക്ക് സമ്മതമല്ല. ഇത് ഞാൻ അവിടെ നിന്ന് പറയുമായിരുന്നല്ലോ. സമ്മതമല്ലെന്നോ? നിൻ്റെ അക്കുസട്ടിനേക്കാളും എന്തുകൊണ്ടും ഞാൻ ബെറ്ററാണ് നിനക്ക്. അറിയാം, തൻ്റെ ഒരു ഉദ്ദേശം എൻ്റെ അടുത്ത് നടക്കില്ല. അന്ന് താൻ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. എന്ത്? ഞാൻ എന്ത് പറഞ്ഞു? ഞാനിതൊന്നും ഓർക്കുന്നില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടം. നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. എനിക്ക് സമ്മതമാണ്. പക്ഷേ എനിക്ക് സമ്മതമല്ലെങ്കിലോ? നിങ്ങളുമായിട്ട് ഒരു പരിപാടിക്ക് ഞാനില്ല. അപ്പോഴല്ലേ കല്യാണം? അതെ, എന്നെ കെട്ടാൻ പെമ്പിള്ളൊരു ക്യൂവാ അങ്ങ് ഓസ്ട്രേലിയയിൽ. അപ്പോഴാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് വേണമെങ്കിൽ കണ്ടോ. എനിക്ക് ഗോൾഡിനോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് മോൻ ചെല്ല്. ഒരു ഗോൾഡൻ വൗച്ചർ. തനിക്ക് നാട്ടപ്പുറമൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ താൻ ഈ കല്യാണത്തിന് സമ്മതിക്കണേ? തൻ്റെ ഓരോ സഹതാപവും എനിക്ക് വേണ്ട. താൻ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ട. ഇത് സഹതാപമൊന്നുമല്ല, എൻ്റെ റിയൽ ലവാ. എനിക്കിതിനെ ഇഷ്ടം. നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല. ലൈഫ് ലോങ് അടിവെച്ച് ചാവാൻ എനിക്കിഷ്ടമല്ല. അതെന്താ അങ്ങനൊരു വർത്താനം? ഗൗതം, വിട്. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറ, എങ്കിൽ ഞാൻ വിടാം. ആരെങ്കിലും കണ്ട നാണം കടും. വിട്. എന്നാ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറ. മാറി നിൽക്കടോ. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ കിട്ടണമെങ്കിൽ മാറി നിൽക്കുക. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ പലിശ ചെയ്ത് ഞാൻ തിരിച്ചു തരാം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. എന്നെ കിട്ടുമെന്ന് പറയത്തെ ഞാൻ ഈ പിടി വിടില്ല. വേണ്ടാതിരിക്കുക ഗൗതം, ആൾക്കാർ ശ്രദ്ധിക്കും. വിടാൻ. എന്നാ കേട്ടാന്ന് പറ. കേട്ടാ. അന്നഗ്രഹാരരാത്രിയിൽ തേരുവന്നപ്പോ കരതാരിൽ നമ്മൾ മൺചിരാതും കൊണ്ടു നടന്നില്ലേ? തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ? ചെന്താർമിഴി പൂന്തേ മൊഴി. എൻ്റെ പൊന്നാമി, കുറേ നേരമായാലും ഈ വിറയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും. ഞങ്ങളുടെ ഗൗതം പാവം, നിന്നെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല. ഗായത്രി ചേച്ചി എന്താണെന്നറിയില്ല, ഉള്ളിൽ നിന്നൊരു വെപ്രാളം. എന്തോ കൈയും കാലൊക്കെ വിറയ്ക്കുക. ഞാൻ ഇന്ന് ഈ റൂമിൽ കിടന്നാലോ? ബെസ്റ്റ്. നീ എന്താ പെണ്ണേ പറയുന്നത്? ഈ റൂമിൽ കിടക്കാനോ? അതിനാണോ നീ ഇന്ന് കല്യാണം കഴിച്ചത്? അല്ല, ഇതുവരെ റെഡിയായില്ലേ? സമയം എത്രയായി? രാത്രിയായി. ഇതാ പാല് പിടിക്കേ. അല്ല, ഈ മുഖം എന്താ ഇങ്ങനെ വിളറിയിരിക്കുന്നത്? ടെൻഷനുണ്ടോ കുഞ്ഞിന്? മോളെ, ഞങ്ങൾക്കറിയാം
പെട്ടെന്നുള്ള കല്യാണമാണ്, അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. പക്ഷേ നീ നിന്റെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി കേട്ടോ. ഏയ് ഇല്ല, എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുമായിരുന്നു, അതാ. അമ്മ വരുന്നതിന് മുന്നേ ഇങ്ങോട്ടും അങ്ങോട്ടും നോൺ സ്റ്റോപ്പായിട്ട് നടക്കുമായിരുന്നു. എന്നിട്ട് ടെൻഷനൊന്നും ഇല്ല പോലും. എല്ലാ പെൺകുട്ടികൾക്കും ഇന്നൊരു ദിവസം നല്ല ടെൻഷൻ കാണും, അത് നോർമലല്ലേ മോളെ. ഏയ് എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. പാവം, ഒരു പൊട്ടി പെണ്ണ അല്ലേ. അങ്ങനെ ഗൗതമിൻ്റെ കല്യാണവും കഴിഞ്ഞു. സത്യം പറയാലോ, ഇന്ന് ഈ കല്യാണം നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അമ്മ. എനിക്കെന്താ ഈ തലയൊക്കെ കറങ്ങുന്ന പോലെ. അമ്മ എന്നൊന്ന് പിടിക്കോ, എൻ്റെ തലയൊക്കെ കറങ്ങുന്ന പോലെ തോന്നുന്നു. കല്യാണ തിരക്കിൽ ഫുഡൊന്നും കഴിച്ചില്ലേ നീ? എനിക്കാണെങ്കിൽ ശ്രദ്ധിക്കാനും വിട്ടുപോയി. എന്തു പറ്റി? ഒരു കാര്യം ചെയ്യ്, ഈ ബെഡിലിരിക്കെ, ഞാൻ പോയി സേതുവേട്ടനെ വിളിച്ചിട്ട് വരാം. ഇതിപ്പോൾ എന്താ പെട്ടെന്ന്? അല്ല, ഇതിനകത്ത് ആളില്ലേ? നന്നായി, ഇങ്ങനെ ഫേസ് ചെയ്ത് വിചാരിച്ചിരിക്കുമായിരുന്നു. ആൾ വരുന്നതിന് മുന്നേ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. വല്ലാത്തൊരു ടെൻഷൻ. ഇതെന്താ എൻ്റെ ഡ്രസ്സൊക്കെ ഇത്രയും മുകളിൽ കൊണ്ട് വച്ചേക്കുന്നത്? ആഹാ, ഇവള് റൂമിൽ നേരത്തെ വന്നായിരുന്നു. ഇതെന്തായി കാണിക്കുന്നത്? ഇപ്പം ശരിയാക്കി തരാം. എന്താ ഇത്? ഗൗതം, പുറകെ നിന്ന് പേടിപ്പിച്ച് കൊല്ലുകൂത്താൻ എന്നെ. ഇനിയിപ്പോൾ കൊന്നാലും സ്നേഹിച്ചാലും ആരും ചോദിക്കാൻ വരില്ല. ഞാനിപ്പോൾ നിൻ്റെ ഭർത്താവാ, മുത്തശ്ശി പോലും ചോദിക്കില്ല. എനിക്ക് വേണ്ടി ചോദിക്കാൻ ഞാൻ തന്നെ ധാരാളം, മനസ്സിലായോ? ആണോ? എന്നാ ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. ഗൗതം, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. വല്ലാത്തൊരു ചൂട്, പ്ലീസ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആവാം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. രാവിലെ മുതൽ ഇതൊക്കെ ഇട്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരാം. തൽക്കാലം ബെഡിൽ പോയിരിക്കേ. കുറച്ചുകൂടി ഇരുന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ പോയാൽ പോരെ ഫ്രഷ് ആവാൻ? ഇല്ല, പോണം, വീട്. സേതുവേട്ടാ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവള് ഫുഡ് കഴിക്കാത്തോണ്ടായിരിക്കും. ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ തലയിറങ്ങി വീഴുന്നത്. ഇതിനു മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ട് തന്നെയാ. ഒരു ചെറിയ വിശേഷം ഉണ്ടല്ലോ, നിന്റെ ഭാര്യ പ്രഗ്നൻ്റാ. ആഹാ, രാവിലെ കുറച്ച് പേടിപ്പിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ടെല്ലാം നല്ല മധുരമാണല്ലോ കൃഷ്ണ. ഇവളിതിപ്പോൾ കുറേ നേരമായാലും അതിനകത്ത് കയറിയിട്ട്. ഇതാ പാട്ട് കച്ചേരിയാണോ? ഇതാ വരുന്നുണ്ടല്ലോ. താനെന്താ വാതിലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു? മാറ്. നാഗവല്ലി അതിനകത്ത് കച്ചേരി നടത്തുമായിരുന്നു. എന്താടി ഇത്രയും സമയം? പിന്നെ എനിക്ക് ഫ്രഷ് ആവണ്ടേ. നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ സൂര്യനല്ലേ. എന്താ? വേളി നിലാവായി പെയ്തുണരാ